അച്ഛന്റെ തമാശകളും പൊട്ടിച്ചിരികളും നമ്മുടെ മനസ്സ് എന്ന് കീഴടക്കിയിരുന്നു. വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രിയങ്കരനായ സിബിച്ചൻ അച്ഛൻ 14 വർഷത്തെ സ്തുത്യർഹ സേവനത്തിന് ശേഷം കോളേജിന്റെ പടിയിറങ്ങുകയാണ്. നമ്മൾ ഒത്തിരി സ്നേഹത്തോടെ അച്ഛന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഈ ഫെയർവെൽ ഫംഗ്ഷനിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഏതൊരു കാര്യവും ഈശ്വരചിന്തയോടുകൂടി ആരംഭിക്കാം. വെൽ ബിഗൻ ഈസ് ഹാഫ് ഡൺ. കോളേജ് പ്രയർ ആരംഭിക്കുന്നതിനായി ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥികളെ ക്ഷണിക്കുന്നു. പ്രാർത്ഥനയെ തുടർന്ന് നമ്മുടെ കോളേജ് ആദവും ആരംഭിക്കുന്നതാണ്. ഈ അവസരത്തിൽ സന്തോഷപൂർവ്വം ഒരു കാര്യം കൂടി ചേർക്കുന്നു. ഹെയിൽ ആൽമ മേറ്റർ എന്ന് തുടങ്ങുന്ന നമ്മുടെ കോളേജ് ആദത്തിന് ഈണം നൽകിയത് ബഹുമാനപ്പെട്ട സിബിച്ചൻ അച്ഛനാണ്. അതുകൊണ്ട് തന്നെ ഇന്നേ ദിവസം we are singing this as a tribute to you, സിബിച്ചൻ അച്ഛ. കോളേജ് പ്രയറിനും ആദത്തിനുമായി എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇന്ന് ഈ യോഗത്തിൻ്റെ കാരണപ്പോഴും മുഖ്യ ആകർഷണവുമായ ഏറ്റവും സ്നേഹം നിറഞ്ഞ സിബിച്ചൻ അച്ഛ, ഇന്ന് മുഖ്യ പ്രഭാഷണം നൽകുന്ന ഏറ്റവും സ്നേഹം നിറഞ്ഞ ജെയിംസ് മുല്ലശ്ശേരി അച്ഛ, കോളേജിൻ്റെ പ്രസ്ഥാനങ്ങളുടെ പഴകിരി അച്ഛ, മറ്റ് വൈദികരെ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ ആലിസ് ടീച്ചർ, മറ്റ് അനധ്യാപകരെ, മറ്റ് വിവിധ സ്ഥാപനങ്ങളിൽ എത്തിയിരിക്കുന്ന അധ്യാപകരെ, പൂർവ്വ വിദ്യാർത്ഥികളെ, പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഈ സമ്മേളനം നാം കൂടിയിരിക്കുന്ന ബഹുമാനപ്പെട്ട സിബിച്ചൻ അച്ഛന് കോളേജിൻ്റെ പേരിൽ ഒരു യാത്രയെ നൽകുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. ഒരുപക്ഷെ സിബിച്ചൻ അച്ഛൻ ഈ കോളേജിന് ആരായിരുന്നു എന്നുള്ളത് ഞാൻ പറയേണ്ട കാര്യമില്ല എന്നെനിക്കറിയാം. കാരണം ഇപ്പം നിങ്ങൾക്കിവിടെ ഈ കോളേജിൻ്റെ ആന്തം ശ്രമിച്ചു, ഈ കോളേജിന് ആന്തം ട്യൂൺ ചെയ്തു മുതൽ അതിൻ്റെ അടുത്ത് ഈ കോളേജ് തുടങ്ങുന്നത് അച്ഛൻ്റെ ശബ്ദത്തോടുകൂടി തന്നെയാണ്. അതായിരുന്നു ഈ കോളേജ്. ഈ കോളേജിൻ്റെ ശബ്ദമായിരുന്നു ബഹുമാനപ്പെട്ട സിബിച്ചൻ അച്ഛൻ. അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത്, ഈ കോളേജിൽ നിന്ന് തന്നെ ബിഎഡും എംഎഡും പാസ്സായിട്ട് ഈ കോളേജിൽ അധ്യാപകനായിട്ട് കടന്നു വന്ന ഏക വ്യക്തി കൂടിയാണ്
അപ്പൊ ഈ കോളേജ് എന്തായിരുന്നു അത് തന്നെയാണ് സിബിച്ചനച്ചൻ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ കോളേജിൽ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ മാതാനം സെന്റ് എഫ്രൈം സ്കൂളിലെ അധ്യാപകനായിട്ട് ഔദ്യോഗിക ജീവിതത്തിൽ പ്രവേശിച്ചു. അതിനുശേഷം തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ കോളേജിൽ, അതിനുശേഷം 2008 അച്ഛൻ ഈ കോളേജിൽ അധ്യാപകനായിട്ട് പ്രവേശിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്ക് അച്ഛനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വൈബ്രന്റ് ആയിട്ടുള്ള അച്ഛൻ, അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾക്കും ആദ്യമേ മുന്നിട്ടിറങ്ങുന്ന അച്ഛൻ, പാട്ടിനും കലയ്ക്കും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച അച്ഛൻ. ഇതൊന്നും ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്കറിയാം. പക്ഷെ അതിനപ്പുറമായിട്ട് ഒരു അധ്യാപക രീതിയിൽ ഈ കോളേജിന്റെ ഭാഗമായി നിന്നുകൊണ്ട് എനിക്ക് അച്ഛനെ നോക്കിക്കാണുമ്പോൾ കുറേയേറെ കാര്യങ്ങൾ പറയുക. അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം, ഈ കോളേജിലേക്ക് ടെക്നോളജിയുടെ ഒരു കണിക ആദ്യം കടന്നു വരുന്നത് തീർച്ചയായിട്ടും സിബിച്ചനച്ചനിലൂടെയായിരിക്കും. അതാദ്യമായിട്ട് ഇവിടെ നമ്മൾ സ്മാർട്ട് ബോർഡ് വാങ്ങിച്ചത് ഉപയോഗിക്കുന്ന കാര്യത്തിൽ, അതിനുശേഷം നമ്മൾ കോളേജിന്റെ പേരിൽ തന്നെ ആദ്യം ചാവറക്കാലം എന്നുള്ള ഒരു ടെലിഫിലിം നമ്മൾ ഇറക്കാനായിട്ട് തയ്യാറായത്, അതിനുശേഷം റസീൽ വഴിയിട്ട് നമ്മൾ പവർ പോയിന്റ് മാറ്റിയിട്ട് റസീലിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കാനായിട്ട് നമ്മൾ നാക്കിന്റെ അവസരത്തിൽ, അങ്ങനെ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട് ടെക്നോളജി ആദ്യം കടന്നു വരുന്നത് അച്ഛനിലൂടെയാണ്. ഒരുപക്ഷെ അധ്യാപകരാകാൻ ശ്രമിക്കുന്ന, അധ്യാപകരാകാൻ പോകുന്ന എല്ലാവർക്കും ഏറ്റവും പ്രചോദനമാണ് ലോകത്തിലെ ഏറ്റവും നൂതനമായിട്ടുള്ള ഒരു ടെക്നോളജി അധ്യാപന മേഖലയിൽ, വിദ്യ മേഖലയിൽ കൊണ്ടുവരാനായിട്ടുള്ള പ്രാക്ടീസ് അച്ഛൻ നൽകുകയാണ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കോവിഡ് മഹാമാരി വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളെ കുറിച്ച് പരിചയപ്പെടുകയും അതിലൂടെ ക്ലാസ്സുകൾ എടുക്കുകയൊക്കെ ചെയ്തു. അതിന് തുടക്കം കുറിച്ചത് ഒരുപക്ഷെ അച്ഛൻ തന്നെയായിരുന്നു. അതോടൊപ്പം തന്നെ മറ്റു ചില കാര്യം, 2008 അച്ഛന് ജോയിൻ ചെയ്ത ശേഷം അച്ഛൻ കുറച്ചു കാലം കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റർ ആയി. ഒരുപക്ഷെ ഈ കോളേജിന്റെ മുഖച്ഛായയിൽ ഒത്തിരി മാറ്റങ്ങൾ വന്നു. അതിന്റെ തുടക്കം എന്ന് ഞാൻ ഏറ്റവും ആധികാരികമായിട്ട് പറയാൻ ഞാൻ വിശ്വസിക്കുകയും ചെയ്തത്, നമ്മുടെ കോളേജിന്റെ ഗ്രൗണ്ട് ഫ്ലോറ് നമ്മൾ ഗ്രാനൈറ്റ് ഇട്ട് മനോഹരമാക്കിയിട്ടുണ്ട്. ഈ കോളേജിന്റെ ഒരു ഭംഗി തുടങ്ങുന്ന അവിടെ നിന്നാണ്. ഒരുപക്ഷെ അതിന് അച്ഛൻ കാണിച്ച ഒരു നിശ്ചയദാർഢ്യം, അച്ഛൻ കാണിച്ച ഒരു വിഷ്ടം, ഒരുപക്ഷെ അതിനെ ഒന്ന് തേച്ച് നിൽക്കാവുന്ന ഒരു ടൈലിടാവുന്നതിനപ്പുറമായിട്ട് അത് ഗ്രാനൈറ്റ് ചെയ്ത് മനോഹരമാക്കണമെന്നുണ്ട്. ഒരുപക്ഷെ ഈ കോളേജ് ഇത്ര മനോഹരമായിരിക്കുന്നത് പിന്നെ അതിൽ നിന്ന് ബിൽറ്റ് ചെയ്തിട്ടുള്ള സംഗതികൾ മാത്രമേ ഉള്ളൂ. അതിന് തീർച്ചയായിട്ടും കോളേജ് അച്ഛനോട് കടപ്പെട്ടിരിക്കുക. അതോടൊപ്പം തന്നെ 2014 നാക് അക്രഡിറ്റേഷന്റെ സമയത്ത്, അതിന് മുന്നേ ഒരു കാര്യം കൂടെ പറയണം. ഈ കോളേജ് NCT-യുമായിട്ട് ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങളിൽ അകപ്പെട്ടിരുന്ന സമയത്ത് അന്ന് 12 കുട്ടികൾക്ക് ഒരു അധ്യാപന രീതിയിൽ നമുക്ക് വേണ്ടിയിരുന്ന ഒരു കാലഘട്ടത്തിൽ ഈ കോളേജിൽ 8 അധ്യാപകരുണ്ടായിരുന്നു. ഒരു 4 അധ്യാപകരെ കൂടി ഈ കോളേജിലേക്ക് ആവശ്യമായിട്ടുണ്ട്. അതിന് മറ്റു കോളേജുകളിലേക്കെല്ലാം ആ 4 ടീച്ചിങ് പോസ്റ്റും കൂടി അനുവദിച്ചപ്പെടും. ആ 4 ടീച്ചിങ് പോസ്റ്റും കൂടി ഈ കോളേജിൽ അനുവദിക്കുന്നതിന് വേണ്ടി അഹോരാത്രം പണിയെടുത്ത് തിരുവനന്തപുരത്ത് പല ദിവസങ്ങളിൽ നിന്ന് അത് കൊണ്ടുവരുവാനായിട്ട് അച്ഛൻ കാണിച്ച ഒരു നിശ്ചയദാർഢ്യം, അതാണ് ഇന്ന് ഈ കോളേജ് 12 അധ്യാപകർ കൂടി 7 അധ്യാപകരെ പ്രവർത്തിക്കാനായിട്ടുള്ള ഒരു സാഹചര്യം. അതിനും തീർച്ചയായിട്ടും ഈ സ്ഥാപനം അധ്യാപകർ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. 2014 നാക് അക്രഡിറ്റേഷൻ സമയത്ത് ഇതിന്റെ കോർഡിനേറ്ററായിട്ട് എന്നോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിച്ച അച്ഛൻ, നമുക്ക് നാക് കൂടി അത് നമ്മൾ കരസ്ഥമാക്കിയെങ്കിലും അതിന്റെ പിന്നിലും അച്ഛൻ്റെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനം, നിസ്വാർത്ഥമുള്ള കഷ്ടപ്പാടുകൾ ഉണ്ടായിട്ടുള്ള ഞങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഇതൊക്കെ ഞാൻ ഈ കോളേജുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണ്. വിദ്യാർത്ഥികൾക്ക് ഏത് ആവശ്യത്തിന് ഓടിയെത്തുന്ന അധ്യാപകർ, ഇപ്പൊ ഇവിടെ നമുക്ക് പാട്ടിന്റെ ഒരു ആവശ്യമുണ്ട്, ഇവിടെ ഒരു ട്രെയിനിങ് ആവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കലയുടെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, പുതിയ ടെക്നോളജി നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഏത് നൂതനമായിട്ടുള്ള കാര്യങ്ങളും കോളേജിലേക്ക് വരുന്നതിന് ആദ്യം മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന സിബിച്ചനച്ചൻ. ഈ കോളേജിന്റെ മുഖച്ഛായ മാറിയെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണക്കാരനൊക്കെ അച്ഛൻ തന്നെയാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയം. അതോടൊപ്പം തന്നെ ഞാൻ സൂചിപ്പിച്ചൊരു നാക് കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു. അപ്പോൾ ഈ കോളേജിന്റെ മേഖലയിൽ അതോടൊപ്പം തന്നെ അച്ഛന് സാമൂഹ്യ രംഗത്തുള്ള അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം. ഇപ്പം നദീ സംരക്ഷണ സമിതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അച്ഛൻ്റെ പ്രവർത്തനം, അച്ഛൻ്റെ ഒരു നിശ്ചയദാർഢ്യം തന്നെയാണ് ഈ മാന്നാനം കടവ്, ചാവറം കടവ് ഇത്ര മനോഹരമായിട്ട് തീർക്കുന്നതിന് കാരണമായി. ചാവറേജിന്റെ പേരിൽ ഒരു
ഇവിടെ വന്നുവെങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ സാമൂഹിക ക്ഷേമ പ്രവർത്തനങ്ങളോട് ബന്ധപ്പെട്ട് നമ്മൾ ഈ മാന്നാനക്കുന്നിലെ അടുത്ത് പ്രവർത്തിക്കുന്ന പല സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങളുമായിട്ട് അല്ലെങ്കിൽ സംഘടനകളുമായിട്ട് സ്ഥാപനങ്ങളുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുവെങ്കിൽ അതിന് അച്ഛനൊരു നോഡൽ ഓഫീസറായിട്ട് അച്ഛനിൽ നിന്ന് പ്രവർത്തിച്ചു. അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കും, ഈ കോളേജിന്റെ പേര് ഈ മതിലുകൾക്ക് അപ്പുറമായിട്ട് വെളിയിലേക്ക് പോയെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട പങ്ക് സിബിച്ചൻ വഹിച്ചു വരുന്നതാണ്. എല്ലാവർക്കും സ്വീകാര്യമില്ല. ഏത് കാര്യത്തിൽ മുന്നിട്ടിറങ്ങുന്ന അച്ഛനെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ നിശ്ചയദാർഢ്യത്തോടെ അത് എത്തുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത് അത് എത്തിക്കുന്നതിലേക്ക് അച്ഛൻ പരിശ്രമിക്കുവാൻ അതിൽ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം വിജയിച്ചു എന്നാണ് ഞാൻ കരുതുന്നത്. അത് റിട്ടയർമെന്റ് ഏജ് കൂട്ടുന്ന പ്രവർത്തനത്തിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി അച്ഛൻ ഏറ്റെടുത്ത എല്ലാ പ്രവർത്തനങ്ങളും 100% വിജയിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരുപക്ഷെ അച്ഛന് ഓൾ കേരള ട്രെയിനിങ് കോളേജ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ ഭാഗമായിട്ട് അധ്യാപകർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിൽ പോയിട്ട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ല ഈ റിട്ടയർമെന്റ് ഏജ് കൂട്ടിന് വേണ്ടി, അത് ഇപ്പോഴൊന്നും അല്ല, വർഷങ്ങൾക്ക് ഈ വർഷം തുടങ്ങി അച്ഛനിപ്പോൾ റിട്ടയർ ചെയ്യുന്നത് അതുകൊണ്ട് തുടങ്ങിയതല്ല. വർഷങ്ങൾക്ക് മറ്റ് പല അധ്യാപകരും നമ്മളുടെ അധ്യാപക സമൂഹത്തിൽ നിന്ന് പോകുന്നു എന്നുണ്ടെങ്കിൽ അവർ ഈ അധ്യാപക സമൂഹത്തിന്റെ ഭാഗമായിരിക്കണമെന്നുള്ള നിർബന്ധത്തോടുകൂടി അച്ഛൻ പ്രവർത്തിച്ചതുകൊണ്ട് കൂടിയാണ്. അങ്ങനെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളെല്ലാം ഉച്ചസ്ഥിതിയിലേക്ക് എത്തിക്കാനായിട്ട് ഈ കോളേജിന്റെ ഭാഗമായിട്ട് അച്ഛന് എവിടെയായിരുന്നാലും, കുറച്ചു കാലത്ത് സൗത്ത് ആഫ്രിക്കയിൽ പോയിരുന്ന ആ സമയത്ത് അവിടെയുള്ള ഗസ്റ്റ് നമ്മുടെ സ്ഥാപനത്തിലേക്ക് ഓൺലൈനായിട്ട് കൊണ്ടുവരുവാനായിട്ടുള്ള അച്ഛൻ കാണിച്ച ആ വലിയ സാഹചര്യം ഇതിനെല്ലാം ഈ സ്ഥാപനത്തിൽ കടത്തിയിരിക്കുന്നു. ഒരുപക്ഷെ ഈ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥാപനത്തിന്റെ ഭാഗമായിട്ട് നിന്നുകൊണ്ട് ഈ കാലയളവ് മുഴുവൻ ഈ സ്ഥാപനത്തോട്, ഇവിടുത്തെ അധ്യാപകരോട്, അനധ്യാപകരോട്, വിദ്യാർത്ഥികളോട്, വിശേഷ എന്നോട് അച്ഛൻ കാണിച്ച എല്ലാ സ്നേഹത്തിനും കരുതലിനും പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് ഈ മീറ്റിംഗിലേക്ക് ഞങ്ങളുടെ പ്രത്യേക ക്ഷണം ചെയ്തിട്ട് ഇതിന് അനുവാദം തന്ന ഇതിലേക്ക് എത്തിച്ചേർന്നതുമായിട്ട് സിബിച്ചൻസിനെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ആദ്യമേ തന്നെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. അച്ഛന് ഒരു നല്ല യാത്രയെ പോയപ്പോൾ അത് ആരാണ് ആ സമ്മേളനത്തിൽ എത്തേണ്ടത്? അത് ഈ സ്ഥാപനത്തിന്റെ മാനേജർ. ഈ സ്ഥാപനത്തിന്റെ മാനേജർ എന്ന് പറയുമ്പോൾ മാന്നാനക്കുന്നിലെ ആശ്രമത്തിന്റെ അധിപൻ തന്നെയാണ്. വിശുദ്ധ ജാതക കുര്യാക്കോസ് സീരിയസ് അച്ഛൻ അലങ്കരിച്ചിരുന്ന ആ പദവി ഇന്ന് വഹിക്കുന്ന പോലുള്ള മാത്യു സക്കാലം അച്ഛൻ തന്നെ ഈ സമ്മേളനത്തിൽ മുഖ്യാതിഥിയായിട്ട് എത്തുന്നു. പ്രസിദ്ധിച്ചതിന്റെ ഫോട്ടോ അനാച്ഛാദനം ചെയ്യും. ഇവിടേക്ക് ഈ സ്ഥാപനത്തിലേക്ക് അതിഥിയെന്നുള്ള കുടുംബാംഗം പോലെ ഈ സ്ഥാപനത്തിലേക്ക് എത്തിച്ചേർന്ന മാത്യു സക്കാലം അച്ഛനെ ഏറ്റവും കൃത്യമായിട്ട് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ജോസഫിൻ കുടുംബത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് ജെയിംസ് പുലശ്ശേരി അച്ഛൻ. അച്ഛൻ ഈ സ്ഥാപനത്തിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. നമ്മളുടെ മോഡൽ സ്കൂളിന്റെ പ്രിൻസിപ്പലാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്ഥാപനത്തിന്റെ ഏത് ആവശ്യങ്ങൾക്കും ഓടി വരുന്ന അധ്യാപകൻ. ഈ അച്ഛൻ ഈ കോളേജ് മാത്രമല്ല, ഈ മാന്നാനക്കുന്നിലെ കോട്ടയത്തെ അല്ലെങ്കിൽ കേരളത്തിലെ മുഴുവൻ സാമൂഹ്യ പ്രവർത്തനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന അച്ഛനാണ്. ഞങ്ങൾക്ക് ഏത് വിഷമസന്ധിയിലും ഞങ്ങൾക്ക് ഓടിച്ചെന്നൊരു കാര്യം പറയാനായിട്ട് ഈ സ്ഥാപനം ഏറ്റവും മനോഹരമായ രീതിയിൽ ഭംഗിയായിട്ടിരിക്കണമെന്ന് ഞങ്ങളെക്കാൾ കൂടുതൽ നിർബന്ധ ബുദ്ധിയുള്ള ബഹുമാനപ്പെട്ട ജെയിംസ് പുലശ്ശേരി അച്ഛൻ, സിബിച്ചൻ അടുത്ത സുഹൃത്തു കൂടിയാണ്. അതുകൊണ്ട് തന്നെയാണ് അച്ഛന് നിർബന്ധമുണ്ടായിരുന്നു പുലശ്ശേരി അച്ഛൻ തന്നെ ഈ മീറ്റിങ്ങിൽ വരണമെന്നുള്ള. അങ്ങനെ എത്തിച്ചേർന്ന പുലശ്ശേരി അച്ഛനെ ഈ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ ഞാൻ പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു. ഇതിനെല്ലാം ഞങ്ങൾക്ക് താങ്ങി നടലുമായി നിൽക്കുന്ന കോളേജിന്റെ ബസ്സാറ് ഫിലിപ്പഴേരി അച്ഛൻ. അച്ഛനൊക്കെ ഈ കോളേജിലെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ 1-2 വർഷക്കാലം ഈ കോളേജിന്റെ മാനേജർ എന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചുവെങ്കിലും അതിനുശേഷം അച്ഛനിപ്പോൾ കോളേജിന്റെ ബസ്സാറായിട്ട് പ്രവർത്തിക്കുന്നു. ഇപ്പൊ ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളുടെയും മേൽനോട്ടവും എല്ലാം അച്ഛൻ തന്നെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അച്ഛൻ ഈ ചടങ്ങിലേക്ക് എത്തിച്ചേർന്ന് അച്ഛൻ്റെ വ്യക്തിഹത്യമായിട്ട് പഴയ വിജയിച്ചതിനെ സ്വാഗതം ചെയ്യട്ടെ. ഇത് ഈ രാത്രി സമ്മേളനത്തിലേക്ക് എത്തിച്ചേർന്ന കോളേജിന്റെ മുൻ പ്രിൻസിപ്പൽ ആലിസ് ടീച്ചർ. ആലിസ് ടീച്ചർ ഈ മാതാപിതാക്കളോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വ്യക്തി എന്ന രീതിയിലല്ല, ഈ കോളേജിന്റെ വളർച്ചയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുകയും നമ്മളോട് ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഓടിയെത്തുകയും ചെയ്യുന്ന ഈ കോളേജിന്റെ അച്ഛൻ സൂചിപ്പിച്ച പോലെ അമ്മ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ
ഈ കോളേജിനെ നോക്കിക്കാണുന്ന ആലിസ് ടീച്ചറിനെ എത്തിച്ചതിന് പ്രത്യേകമായിട്ടുള്ള സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ കോളേജുകളിൽ എത്തിയിരിക്കുന്ന പ്രിൻസിപ്പൽമാർ, അംഗീകാര സ്കൂളിൽ സിബിച്ചൻ, നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പൽ വർഗീസ് സാറ്, മുല്ലശ്ശേരി അച്ഛൻ, വടഗിരി അച്ഛൻ, രമലി അച്ഛൻ, സജി അച്ഛൻ, ബഹുമാനരായിട്ടുള്ള അധ്യാപകരെ, മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ഇവിടെ എത്തിയിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, വിദ്യാർത്ഥികളെ, മെമ്പേഴ്സ് ഓഫ് ദി നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവർക്കും നല്ലൊരു പ്രഭാതം ആശംസിക്കുകയാണ്. ബഹുമാനപ്പെട്ട സിസ്റ്റർ, certainly I stand here with the utmost respect, extreme respect to one of our proud CMI fellow priest, Father Sibichan, for being such an eminent person in this educational institution, for being such a wonderful teacher in this organization, for bringing so much enthusiasm, life, smiling, joy to this institution. അതുപോലെ ഒരു ബഹുമുഖ പ്രതിഭയായിട്ട് ഇവിടെ ശോഭിച്ചിരുന്ന നമ്മുടെ സിബിച്ചിനച്ചൻ തൻ്റെ ഔദ്യോഗിക കാലാവധിയൊക്കെ തീർത്ത് റിട്ടയർമെൻറ്റിലേക്ക് കടക്കുന്ന ഒരു മുഹൂർത്തമാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ അനുസ്മരിക്കാനും അതിനെ എന്നെ പോലുള്ളവർ തീർച്ചയായിട്ടും ദൈവത്തിന് നന്ദി പറയാനും എന്നെ കൂട്ടിച്ചേർക്കുകയാണ്. ഈ സിബിച്ചനച്ചനെ ഞാനൊരിക്കലും നമ്മുടെ ഈ പ്രസ്ഥാനവുമായിട്ട് ഇവിടുത്തെ അദ്ദേഹത്തിൻ്റെ എൻഗേജ്മെൻറ്റ്സിനെ സംബന്ധിച്ചോ അച്ചീവ്മെൻറ്റിനെ സംബന്ധിച്ചോ ഒന്നും പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മൾ തന്നെ ഇറക്കിയിരിക്കുന്ന ഈ ഇൻവിറ്റേഷൻ്റെ അകത്തെ വളരെ മനോഹരമായിട്ട് അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുന്നത് ഇവിടെ ദിവസവും വസിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ എന്ന നിലയ്ക്ക് ഞാൻ പറഞ്ഞാൽ ശോഭിക്കുകയില്ല. പക്ഷെ എനിക്ക് വളരെ ചെറുപ്പകാലം മുതലേ അദ്ദേഹവുമായിട്ട് ഞാൻ കണ്ട് മനസ്സിലാക്കിയിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഒരു വലിയൊരു സ്റ്റാർ തന്നെയാണ്. അന്നും ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആകാരവും അദ്ദേഹത്തിൻ്റെ കഴിവുകളും ശരിക്കും ഇപ്പോഴും എനിക്ക് തോന്നുന്ന ശ്രുതിമധുരമായിട്ടുള്ള ഒരു ഗാനം പോലെ അദ്ദേഹം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ എവിടെയെങ്കിലും അദ്ദേഹത്തെ പറ്റിയാൽ പോലും നമ്മുടെ ഈ ഓർഗനയിലൊക്കെ സ്വരം കേൾക്കുന്ന പോലെ മനോഹരമായിട്ടുള്ള ഒരു സ്വരമാണ് അദ്ദേഹത്തിൽ നിന്നും വരുന്നത്. അതുപോലെ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഒരു CMI എന്ന നിലയിൽ തീർച്ചയായിട്ടും എനിക്ക് അദ്ദേഹത്തെക്കുറിച്ച് പറയാനായിട്ട് സാധിക്കും. കഴിവുകളുടെ ഒരു ഉണ്ടാകാരം തന്നെയാണ്. നമ്മുടെ ഈ എന്താ പറയുക, ഇടിമിന്നലിൻ്റെ എന്തുമാത്രം ഊർജ ഗണങ്ങളെ ഒരേ സമയത്ത് ഒന്നു ചേർത്തിട്ടാണ് ഒരു മിന്നലായിട്ട് വരുന്നത്.
കോളേജിൻ്റെ പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് കെ ചെറിയാൻ സാറ്, പ്രിയ ഫിലിപ്പ് രേച്ചി വേദിയിൽ ഇന്ന് വിരമിക്കുന്ന ദിവസത്തിലും ഒരു മനോഹരമായ സൂര്യബിംബം പോലെ ജ്വലിച്ചു നിൽക്കുന്ന സിബിച്ചനച്ചൻ, പ്രിയ ആലിസ് ടീച്ചർ, പേവലയച്ചൻ, സതിയച്ചൻ, ജസ്നച്ചൻ, മറ്റ് ബഹുമാനരായ അധ്യാപകരെ, വിശിഷ്ട അതിഥികളെ, പ്രിയ സുഹൃത്തുക്കളെ, സിബിച്ചൻ BEd കോളേജിൽ വിരമിക്കുന്നു എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം റിട്ടയർമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഒന്നെങ്കിൽ പ്രായമാകണം, അല്ലെങ്കിൽ അവശതയാകണം. ഇത് രണ്ടുമില്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് വിരമിക്കുക എന്നാണ് എനിക്ക് തോന്നുന്നത്. സിബിച്ചൻ എപ്പോഴും ചുരുക്കുള്ള ഒരാളാണ്. ഞാൻ കാണുമ്പോൾ മുതൽ കുറേ വർഷങ്ങളായിട്ട് വളരെ അടുത്ത് പരിചയമുള്ള ഒരു പ്രിയപ്പെട്ട സുഹൃത്താണ് സിബിച്ചനച്ചൻ. അപ്പം അദ്ദേഹം എപ്പം എവിടെയായിരുന്നാലും ഒരു വലിയൊരു എനർജിയാണ്. സിബിച്ചനെ കാണുന്നവരൊക്കെ എപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയുന്നതും, എവിടെയെങ്കിലും വെച്ച് അദ്ദേഹവും ഞാനും കൂടെ കണ്ടുമുട്ടിയ സാഹചര്യങ്ങളിൽ എനിക്ക് ഏതെങ്കിലും ഗസ്റ്റൊക്കെ വരാറുണ്ട്. അപ്പോൾ അവരൊക്കെ പറയാറ് സിബിച്ചനെ പറ്റി ആ സ്പോർട്സ്മാൻ അച്ഛൻ, അങ്ങനെയാണ് സിബിച്ചനെ പറ്റി എൻ്റെ സുഹൃത്തുക്കളൊക്കെ പറയുന്നത്. അത്രയ്ക്കൊരു എനർജിയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം എവിടെയെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നടത്തിയെടുക്കുക തീർച്ചയായിട്ടും കൂടെയുള്ളവരുടെ ഒരു എനർജി കൊണ്ട് മാത്രമേ നമുക്ക് പറ്റൂ. എൻ്റെ അനുഭവത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട സിബിച്ചനച്ചൻ അതാണ്. ഏത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടാൻ തൻ്റെ ഇടമുള്ള, ധൈര്യമുള്ള, ഒട്ടും പുറകോട്ട് നിൽക്കാത്ത ഒരു വ്യക്തിയാണ് നമ്മുടെ ബഹുമാനപ്പെട്ട സിബിച്ചനച്ചൻ എന്ന് ഞാൻ പറഞ്ഞാൽ അതിനകത്ത് അല്പമെങ്കിലും അതിശയോക്തി ഉണ്ടായെന്ന് ഇവിടെ ഇരിക്കുന്ന ആരും പറയും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അതാണ് അദ്ദേഹം. അത്രയേറെ ജീവനുള്ള ഒരു സഹപ്രവർത്തകനാണ് ഈ വർഷം നമ്മുടെ ട്രെയിനിങ് കോളേജിന് ഒരർത്ഥത്തിൽ നഷ്ടപ്പെടുക എന്നത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിൽ വളരെയേറെ ദുഃഖം തരുന്നൊരു കാര്യമാണ്. എന്നാൽ എനിക്കൊരു കാര്യത്തിൽ ഉറപ്പുണ്ട്, ഈ സിബിച്ചൻ ട്രെയിനിങ് കോളേജിൽ നിന്ന് റിട്ടയറായിട്ട് ഒരിക്കലും ഒരു മൂലയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുകയില്ല. അദ്ദേഹം ഇതിൽ കൂടുതൽ ഊർജത്തോടുകൂടി പുറത്തേക്ക് ചാടും. അതാണ് സിബിച്ചൻ്റെ സ്വഭാവം. വെള്ളം കണ്ടാൽ അവിടെ എടുത്ത് ചാടും, വള്ളം കണ്ടാൽ തുഴഞ്ഞുകൊണ്ട് പോകും, മൈക്ക് കിട്ടിയാൽ പാട്ട്, കീബോർഡാണെങ്കിൽ അതിൽ ശ്രുതിമധുരമായ മ്യൂസിക്, ഇങ്ങനെ ഏത് തലത്തിലും. ഇപ്പോൾ സ്പോർട്സ് ഡേ ആണെങ്കിൽ നമ്മൾ ഓർക്കുന്നുണ്ടാവും BEd കോളേജിലെ സ്പോർട്സ് ഡേ ഒക്കെ. അവിടെ കുട്ടികളെക്കാൾ കൂടുതൽ മിടുക്കനായിട്ട് ചുരുക്കോടുകൂടി ആ ഗ്രൗണ്ടിലുണ്ടാകുന്നത് സിബിച്ചനായിരുന്നു. അപ്പം അതുകൊണ്ട് ഇതുപോലെ എനർജിയുള്ള ചുരുക്കം ചില വ്യക്തികളെ മാത്രമേ നമുക്ക് ലോകത്തിൽ കിട്ടുകയുള്ളൂ. അതിൽ വളരെ റയറായിട്ടുള്ളൊരു സ്പീഷീസാണ് പ്രിയപ്പെട്ട സിബിച്ചൻ. ഒരു കാര്യം മാത്രമല്ല, ഏതെങ്കിലും ഒരു കാര്യത്തിലാണ് സിബിച്ചൻ മിടുക്കനെങ്കിൽ നമുക്ക് അത് പറയാൻ പറ്റും. പക്ഷെ അദ്ദേഹം ഒരു സർവകലാവല്ലഭനാണ്. ഏത് കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വലിയ പേഴ്സണാലിറ്റി. അദ്ദേഹത്തെ അടുത്തറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. സിബിച്ചനുമായിട്ട് എനിക്ക് വളരെ അടുത്ത ബന്ധം കുറേ നാളുകൾക്ക് മുമ്പേ തുടങ്ങിയതാണ്. സിബിച്ചനും ഫാമിലി അച്ഛനും കൂടെ കൽക്കട്ടയിലെ UGC എഴുതാണ്. ഞാൻ അന്ന് അവിടെ കൽക്കട്ടയിലുള്ള സമയത്താണ്. അവർ UGC പാസ്സാകുന്നത് എൻ്റെ അടുത്ത് നിന്നാണ്. അതുകൊണ്ട് ഇവരുടെ ഈ കോളേജിലെ ഈ ജോലിക്ക് എനിക്കൊരു പങ്കുണ്ട്. റിട്ടയർമെൻറ്റിൻ്റെ ഒരു ഭാഗം എനിക്കൂടി അവകാശപ്പെട്ടത്. UGC പാസ്സായില്ലെങ്കിൽ കോളേജ് കയറാൻ പറ്റി. അതുകൊണ്ട് അവർക്ക് ആവശ്യമുള്ള സഹായമൊക്കെ ഞാൻ അന്ന് കൽക്കട്ടയിലുള്ളപ്പോൾ ചെയ്തു കൊടുത്താണ്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സിബിച്ചന് മ്യൂസിക് ഭയങ്കര കരമാണെന്ന് നമുക്കറിയാം. ഒരു ചാവറക്കാലം സിനിമ എൻ്റെ അടുത്ത് വന്ന് നമുക്ക് സിനിമ ഇറക്കണം. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ നമുക്ക് ഇറക്കാം. അങ്ങനെ ഒരു ചാവറക്കാലം സിനിമയുമായിട്ട് സിബിച്ചൻ പ്രവർത്തനം തുടങ്ങി. ഷൂട്ടിങ്ങൊക്കെ ആരംഭിച്ചു. അവസാനം സിനിമയായില്ലെങ്കിലും ചാവറക്കാലം സുന്ദരമായ ഒരു വീഡിയോ CD. ഒരു സിനിമ കാണുന്നതിനേക്കാൾ മനോഹരമായിട്ട്
വിശുദ്ധ ചാവറയച്ചൻ്റെ കർമ്മരംഗങ്ങളെ പറ്റി പരാമർശിച്ചുകൊണ്ട് ഒരു ചാവറക്കാലത്ത് എനിക്ക് പാടാൻ അറിയത്തില്ല, അല്ലെങ്കിൽ ഞാൻ പാടുമായിരുന്നു. ഇത്ര മനോഹരമായ ഒരു ഗാനമാണ്. അത് ഇന്നും പാടി കേൾക്കുമ്പോൾ അതിൻ്റെ ആ വിഷ്വൽസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് സുഭിക്ഷനെ ഓർക്കാതിരിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള CD ബി.എഡ് കോളേജിലെ അടക്കം കുട്ടികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുഭിച്ചൻ പുറത്തിറക്കിയത്. നമ്മുടെ അടുത്തുള്ള ആൾക്കാർ വലിയ വലിയ പാട്ടുകാരേക്കാൾ കൂടുതലായിട്ട് തൻ്റെ ശിഷ്യഗണങ്ങളും തൻ്റെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളുമായിട്ടുള്ള ആളുകൾ കോർത്തിണക്കി അദ്ദേഹം ആ CD ചെയ്തു. അതുപോലെ തന്നെയാണ് ചാവറ മ്യൂസിക് ബാൻഡ് എൻ്റെ അടുത്ത് വന്നു, നമുക്ക് ഒരു ബാൻഡ് വേണം, ബാൻഡ് തുടങ്ങാം. നമ്മൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അങ്ങനെ ഞാനും സുഭിച്ചനും കൂടെ പലയിടത്തും ഈ ചാവറ മ്യൂസിക് ബാൻഡിൻ്റെ ഓർക്കസ്ട്രയായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു ഇൻട്രഡക്ഷൻ പറയും, കാരണം എനിക്ക് പാടാൻ അറിയില്ല. പാടാൻ അറിയാതെ എന്നെ കൊണ്ട് സുഭിച്ചൻ ഓർക്കസ്ട്രയാക്കി പാടിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ ഏത് തരത്തിൽ ഇങ്ങനെ ഒരു വലിയ ഒരു പ്രസൻസാണ് സുഭിച്ചൻ എന്ന് പറയുന്നത്. കിളിയായി കൊടുകാം തുറങ്ങി നനയാം നനയാം നീരാളിയാടും നിറസന്ധി മണ്ടുരഞ്ഞ മല പോലെ വാറിനാതിരിത പോലെ കുങ്കുമീനം കുളിരു കോർക്കുന്നൊരു മഞ്ഞര പോലെയുലാവാ കിളിയായി കൊടുകാം ആദരണീയരായ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ വൈദികരെ, ഈ കോളേജിൻ്റെ പ്രിൻസിപ്പൽ നിങ്ങളുടെ വർഗീസ, യോഗത്തിൽ സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ബഹുമാനപ്പെട്ട സിബിച്ചൻ അച്ഛൻ ചാവറയച്ചൻ്റെ പേരുകാരനാണ്. കുര്യാക്കോസ് എന്ന നാമധേയം വഹിക്കുന്നയാളാണ്. ചാവറയച്ചൻ്റെ ജീവിതത്തിലെ വലിയ പ്രവർത്തനാത്മകത നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉടമയാണ് സിബിച്ചനച്ഛനെന്ന് നാം ഇവിടെ കേട്ടു. എനിക്ക് അച്ഛനുമായിട്ടുള്ള വലിയൊരു ബന്ധം, ഇവിടെ അച്ഛൻ്റെ ജീവിത കർമ്മ മേഖലകളെല്ലാം എല്ലാവരും പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപക്ഷെ അച്ഛൻ ഒരു ധ്യാനഗുരുവായിരുന്നു എന്ന കാര്യം അറിയാമോ എന്ന സംശയം. ആ ഒരു മേഖലയിൽ അച്ഛനെ പ്രവർത്തിക്കാനായിട്ട് ഒരു അവസരം എൻ്റെ മനസ്സിൽ ഉണ്ടായി കടന്നു പോയത് ഞാൻ ഈ അവസരത്തിൽ ഓർക്കുകയാണ്. ഞങ്ങളുടെ ചെറുപ്പങ്കൽ പാലായിക്കടുത്ത് എൻ്റെ നാട്ടിലെ പള്ളിയിൽ തിരുനാളായി ഞങ്ങളൊരു ധ്യാനം ഒരു ടീമിനെയൊക്കെ ബുക്ക് ചെയ്തിരുന്നു. അവർക്ക് ആ സമയത്ത് വരാനായിട്ടുള്ള അസൗകര്യം ഉണ്ടായിരുന്നു. ഞാൻ ബഹുമാനപ്പെട്ട സിബിച്ചൻ അച്ഛൻ, അന്ന് മാന്നാന എഫ്രൻസിലെ അധ്യാപകനാണ്, അച്ഛനെ സമീപിച്ചു. ബഹുമാനപ്പെട്ട ചാവറയച്ഛൻ, ഇപ്പോൾ പുളിങ്കുന്നിലെ സെൻറ്റ് ജോസഫിലെ പ്രിൻസിപ്പലായ ചാവറയച്ഛനും ഇവർ രണ്ടുപേരും കൂടെ ചെന്ന്, ചാവറയച്ഛൻ ഒരു പൊതുവെ ഇത്തിരി ഷൈയാണ്, അന്നൊക്കെ ധ്യാനത്തിന് ഇറങ്ങാൻ. സിബിച്ചൻ അച്ഛൻ പറഞ്ഞു, നമുക്ക് പോകാം ലൂക്കാച്ച. 5 ദിവസം വൈകുന്നേരം 4 മണി മുതൽ 9 മണി വരെ സമർത്ഥമായ രീതിയിൽ ആ ദേവാലയത്തിൽ അച്ഛൻ ധ്യാനം നയിച്ചു. ഞാൻ ഓർക്കുകയാണ്, അവിടെ വളരെ സമൂഹത്തിലെ വിവിധ നിലകളിൽ ജോലി ചെയ്യുന്ന പല ആളുകളൊക്കെ വന്നിട്ട് പറഞ്ഞു, ധ്യാനങ്ങളൊക്കെ നമ്മൾ പലതും കൂടിയിട്ടുണ്ടെങ്കിലും വളരെ അർത്ഥവത്തായ, ആളുകളെ പിടിച്ചെടുക്കുന്ന, ചിന്തിക്കാൻ ഉതകുന്ന, സുവിശേഷ അധിഷ്ഠിതമായ നല്ല ധ്യാനമാണല്ലോ ഈ 2 കൊച്ചച്ഛന്മാരോട് നടന്നത്. ഒരു 20 വർഷത്തിനപ്പുറമാണ് ഞാൻ ഈ പറയുന്ന കാര്യം. അങ്ങനെ അച്ഛന് ധ്യാനഗുരു എന്നൊരു മേൽവ്യാസം കൂടെ ഉണ്ട് എന്നുള്ള കാര്യം ഞാൻ ഈ സദസ്സിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയാണ്. പിന്നെ ഒരു ചെന്ന സ്ഥലത്തെല്ലാം ഒരു മാലപ്പടക്കം പോലെ കത്തി പടർന്ന് പൊട്ടി തെറിച്ച് ആ പേരിനകത്ത് KK എന്ന അക്ഷരം സൂചിപ്പിക്കുന്നവരെ എല്ലാം ഓക്കെ എന്ന് പറയുന്ന അച്ഛനല്ല സിബിച്ചനച്ഛൻ. പ്രതികരിക്കേണ്ടിടത്തെല്ലാം പ്രതികരിച്ച് യാഥാർത്ഥ്യത്തിനും സത്യത്തിനും വേണ്ടി നിലകൊള്ളുന്ന നല്ല ഒരു സ്വഭാവ വൈശിഷ്ട്യത്തിൻ്റെ ഉടമയാണ് കുര്യാക്കോസ് അച്ഛൻ എന്ന അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ കഴിയും. സ്കൂളിൽ ഒരു ഓണാഘോഷമൊക്കെ നടന്നപ്പോൾ എഫ്രൻസിൽ അവിടെയുള്ള മുഴുവൻ അധ്യാപകരെയും ജീവിതത്തിൽ ഇന്നുവരെ പാടിയിട്ടില്ലാത്ത ഞാനും
പാട്ട് പാടാനായിട്ട് അച്ഛനോട് കാരണമായി. എല്ലാം ചേർത്ത് ഒരു ഓണാഘോഷം ഗംഭീരമാക്കി അധ്യാപകരുടെ ഒരു സമൂഹഗാനം അവിടെ അവതരിപ്പിച്ച ഈ അവസരത്തിൽ ഞാൻ ഓർക്കുകയാണ്. സന്തോഷവും പുഞ്ചിരിയും നിറഞ്ഞ ഈ മുഖവും ഈ പ്രവർത്തന ശൈലിയും എല്ലാവർക്കും അനുകരണീയമാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടുത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പല് വർഗീസ് സാറുമായിട്ടൊക്കെ അത്ര ആത്മബന്ധമുണ്ട്. അന്ന് മീറ്റിങ്ങിന് വരാനായിട്ട് സാർ വിളിച്ച് പറ്റിയില്ല. അന്ന് സ്കൂളിൻ്റെ SSLC സോർട്ടിങ് വന്നു. അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നാളെ SSLC പരീക്ഷയുടെ വരികയുണ്ട്, ഒത്തിരി തിരക്കുണ്ട്. എങ്കിൽ പോലും ഞാൻ തീർച്ചയായിട്ടും ഈ സെൻറ് ജോസഫ് ട്രെയിനിങ് കോളേജുമായിട്ട് എനിക്ക് ഒരു ഹൃദയബന്ധമുണ്ട്. ഇവിടുത്തെ വിദ്യാർത്ഥിയായിരുന്നില്ല എങ്കിൽ പോലും അത് വെച്ച് ഇവിടുത്തെ സഹോദര സ്ഥാപനമായ എഫ്രൈംസിൻ്റെ എല്ലാ ആശംസകളും ബഹുമാനപ്പെട്ട സിബിച്ചനച്ഛന് നേരുന്നു. ഇനിയും ചെല്ലുന്ന മേഖലകളിലെല്ലാം വീണ്ടും നല്ല മാലപ്പടക്കമായി കത്തി പൊട്ടിത്തെറിച്ച് ആളുകൾക്ക് പ്രകാശവും ശബ്ദവും നൽകി എല്ലാവരെയും സന്തോഷിപ്പിക്കുവാൻ, എല്ലാവരുടെയും ആത്മാവിനും ഒരു ശരീരത്തിനും ഉന്മേഷവും ഉണർവ് നൽകുവാൻ ബഹുമാനപ്പെട്ട സിബിച്ചനച്ഛന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം തന്നതിന് ബഹുമാനപ്പെട്ട അധികാരികളോടുള്ള നന്ദിയും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സർ. ആശംസകൾ അറിയിക്കുന്നതിനായി തിരുവല്ലം ക്രൈസ്റ്റ് നഗർ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഫോർമർ പ്രിൻസിപ്പളും സിബിച്ചനച്ഛൻ്റെ സഹപ്രവർത്തകയുമായിരുന്ന ഡോക്ടർ മീനാക്ഷി രാമചന്ദ്രൻ മിസ്സിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Respected dignitaries, honored of the dais, friends. First of all, wishing Dr. Varghese sir and Reverend Dr. Sibichan father a happy retirement. A lot has been said about Reverend Dr. Sibichan, and everything about him that has been said is not going to be repeated by me. My association with father started in 2007. When he took charge as the director of Christian College of Education, Tiruvalla. And from then, now it is almost 15 years since we have been traveling together. And extremely thankful to Father for all his motivation, support, guidance that he has provided to me throughout the academy. And those who know Father Sibichan know very well that wherever he has laid his hands, definitely he makes everything into gold. He has got that Midas touch with him. And a good friend who is very much close to my heart. And you have heard many things about him. As it is said, heard melodies are sweet, those unheard are sweeter. That is what we can say about Reverend Dr. Sibichan. So I'm not going to lengthen my speech, as I know that many of you here are eagerly waiting to speak about this wonderful personality. So wishing both of them, Varghese sir and Father Sibichan, a happy retirement and peace and healthy living hereafter. And all over, wherever they are, let them spread the light which they have done throughout these years. Thank you very much. And I would like to honor both of them with the Ponnada as a mark of respect. Please.
ട്രെയിനിങ് കോളേജ് നാലാഞ്ചിറ കോളേജിലെ ഫാക്കൽറ്റി ആയിട്ടുള്ള മായ ടീച്ചറിനെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വൈദികരെ, കോളേജിൻ്റെ പ്രിൻസിപ്പൽ, സ്റ്റാർ ഓഫ് ദ ഡേ കലരിക്കൽ അച്ഛൻ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏറ്റവും പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് അച്ഛൻ്റെ റിട്ടയർമെൻ്റ് ആണെന്ന് വാസ്തവത്തിൽ ഞാൻ അറിഞ്ഞത് 2 ദിവസം മുൻപ് അച്ഛൻ എന്നെ വിളിക്കുമ്പോഴാണ്. അച്ഛൻ ഇത്രയും പ്രായമായതായി ഞാൻ ഒട്ടും ധരിച്ചിട്ടില്ല. നേരത്തെ ടീച്ചർ പറഞ്ഞതുപോലെ ഒരുപാട് എനർജി ഇനിയും ബാക്കി നിൽക്കുന്നത് കൊണ്ടായിരിക്കും. വാർദ്ധക്യം, നമ്മൾ റിട്ടയർമെന്റ് എന്ന് പറയുമ്പോൾ വയസ്സായി എന്നൊരു ഫീലാണല്ലോ, അത് അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഒട്ടുമില്ല. അച്ഛനും ഞാനും തമ്മിൽ കണക്ട് ചെയ്യുന്നത് വാസ്തവത്തിൽ 2000 മീനാക്ഷി ടീച്ചർ പറഞ്ഞതുപോലെ മീനാക്ഷി ടീച്ചർ വഴിയാണ് ഞാൻ ഈ മാന്നാനം ട്രെയിനിങ് കോളേജുമായിട്ടും കലരിക്കൽ അച്ഛനുമായിട്ടും ഒക്കെ ഇവിടുത്തെ എല്ലാ ടീച്ചേഴ്സും എൻ്റെ സുഹൃത്തുക്കളും കൂടിയാണ് കണക്ട് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു 2007 ഒരു നാഷണൽ സെമിനാർ അച്ഛനിവിടെ ഓർഗനൈസ് ചെയ്തിരുന്നു. അതിൻ്റെ റിസോഴ്സ് പേഴ്സണായിട്ടാണ് ഞാനിവിടെ ആദ്യം ഈ ട്രെയിനിങ് കോളേജിലേക്ക് വരുന്നത്. അന്ന് തുടങ്ങിയ സൗഹൃദം ഇന്നും ഒട്ടും അതിൻ്റെ തിളക്കം മായാതെ കാത്തു സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് തീർച്ചയായിട്ടും അച്ഛനാണ്. കാരണം ഇടയ്ക്ക് ഞങ്ങൾ ഇതുപോലെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടെങ്കിലും അച്ഛനൊക്കെ സോൾവ് ചെയ്യാൻ അറിയാമായിരുന്നു. അക്കാഡമിക് ലെവലിലുള്ള ഡിസ്കഷൻസ് നടത്തുമ്പോൾ വരുന്ന അഭിപ്രായ വ്യത്യാസങ്ങളാണ്. എന്ത് തന്നെയാണെങ്കിലും തേജോ ബിന്ദുപനിഷത്ത് ഇങ്ങനെ പറയുന്നു, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നമ്മൾ എവിടെ ജനിക്കണം, ഏത് ദേശത്ത് ജനിക്കണം, ഏത് കാലത്ത് ജനിക്കണം, ഏത് കുലത്തിൽ ജനിക്കണം, ഏത് കർമ്മരംഗങ്ങളിൽ വ്യാപൃതരാകണം, ആരുമായിട്ടൊക്കെ നമ്മുടെ ബന്ധങ്ങൾ ഉണ്ടായി വരണം എന്നൊക്കെ ഒരുപക്ഷെ മനുഷ്യർ ജനിക്കുന്നതിന് മുൻപേ തീരുമാനിക്കപ്പെട്ടു വച്ചിരിക്കുന്നു എന്നാണ് ആ ഉപനിഷത്ത് പറയുന്നത്. ഒരുപക്ഷെ ഈ മാന്നാനം ട്രെയിനിങ് കോളേജുമായും അച്ഛനുമായും ഒക്കെ കണക്ട് ചെയ്തതിൻ്റെ ഒരു എന്താ പറയട്ടെ, അതിൻ്റെ ഒരു പുറകുവശവും അതൊക്കെ തന്നെ ആയിരിക്കണം ഒരു നിയോഗം എന്ന് വേണമെങ്കിൽ പറയാം. ആ സെമിനാറിന് വന്നപ്പോഴാണ് അച്ഛൻ ആദ്യമായിട്ട് എനിക്കൊരു ജോലിയും കൂടെ തന്നു. നേരത്തെ അച്ഛൻ ഇവിടെ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, സെക്രട്ടേറിയറ്റിൽ നിന്ന് ഒരു ഓർഡർ സംഘടിപ്പിക്കണം, ടീച്ചർക്കൊന്ന് പോകാമോ? അതിനെന്താ, ഞാൻ പോകാം. ഞാൻ പോയി ആ ഓർഡർ അവിടെ ഇരുന്ന് ടൈപ്പ് ചെയ്യിച്ചു. അവരെനിക്ക് തോന്നുന്നു ഡ്രാഫ്റ്റ് ആക്കുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അത് തിരിച്ച് അപ്പം തന്നെ കൊറിയർ അയച്ചു കൊടുക്കുകയാണ് ചെയ്തത്. അത് ഞാൻ ഓർക്കുന്നുണ്ട്. പിന്നെ അച്ഛനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ ഹി ഈസ് എ ട്രൂ സെക്യുലർ പേഴ്സൺ. നമ്മൾ സെക്യുലറിസം എന്ന് പറയുന്നത്, മതേതരത്വം എന്ന് പറയുന്നത്, ഇപ്പം ഞാനിതിനെ 2 തരത്തിലാണ് കാണുന്നത്. ഒന്ന് സ്യൂഡോ സെക്യുലറിസം, ഒട്ടും സെക്യുലർ അല്ലാത്ത ആൾക്കാർ ഞാൻ സെക്യുലർ ആണ് എന്ന് പറയുന്നതാണ് സ്യൂഡോ സെക്യുലറിസം. പക്ഷെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം ഹി ഈസ് എ ട്രൂ സെക്യുലർ പേഴ്സൺ. നാക് അക്രഡിറ്റേഷൻ്റെ സമയത്ത് ഒരുപാട് ഇൻട്രാക്ഷൻ, അന്നാണ് ഒരുപാട് ഡിസ്കഷൻസും അതിൻ്റെ മിക്കവാറും ആ ഒരു ടോക്കൊക്കെ കഴിയുമ്പോൾ അടിച്ചു പിരിയുന്ന ഒരു സ്റ്റേജാണ്. കാരണം പല ഡിസ്കഷൻസും വരുമ്പോൾ എനിക്ക് യോജിക്കാൻ പറ്റില്ല. പക്ഷേ ഈ കോളേജിൻ്റെ നാക് അക്രഡിറ്റേഷന് അച്ഛൻ ഒരുപാട് സിബിച്ചൻ അച്ഛൻ്റെ യാത്രയയപ്പ് വേളയിൽ അധ്യാപകരുടെ പ്രതിനിധിയായി ആശംസ അറിയിക്കാൻ അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. സിബിച്ചൻ അച്ഛൻ എന്ന വ്യക്തിയെ പറ്റി ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്ന ചില കാര്യങ്ങൾ അച്ഛൻ്റെ മ്യൂസിക്, ക്രിയേറ്റിവിറ്റി, അച്ഛൻ്റെ എനർജി ഒക്കെയാണ്. എന്നും വ്യത്യസ്തമായ ആശയങ്ങളുടെ വക്താവായിരുന്നു അച്ഛൻ. ഈ കോളേജിൽ എന്ത് വ്യത്യസ്തമായ പരിപാടി നടന്നിട്ടുണ്ടെങ്കിലും അതിൻ്റെയൊക്കെ പിന്നിൽ സിബിച്ചൻ അച്ഛൻ്റെ ആശയങ്ങളാണ്. പലപ്പോഴും ഇവിടുത്തെ വിദ്യാർത്ഥികൾ എടുത്തു പറയുന്ന ഒന്നാണ്,
ഓപ്പണിംഗ് ഡേയിൽ ഓരോ ബാച്ചിൻ്റെയും ഓപ്പണിംഗ് ഡേ വരുമ്പോൾ അധ്യാപകരെല്ലാവരും ചേർന്ന് നടത്തുന്ന ഒരു പ്രെയർ സെഷൻ. മറ്റ് കോളേജുകളിൽ നിന്ന് വ്യത്യസ്തമായി അധ്യാപകരെല്ലാവരും ചേർന്ന് പാട്ടും പ്രാർത്ഥനയും ഒക്കെയായി വിദ്യാർത്ഥികളെ വരവേൽക്കുന്നത് അത് മനസ്സിൽ തട്ടി നിൽക്കുമെന്ന് പലപ്പോഴും വിദ്യാർത്ഥികൾ പറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ ഒരു പ്രെയർ സെഷൻ ഇവിടെ നടത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിനായി ഞങ്ങളെ ഓരോരുത്തരെയും ഒരുക്കിയത് സിബിച്ചനച്ചനായിരുന്നു. അതുപോലെ തന്നെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ ഏത് ചലഞ്ചും ഏറ്റെടുക്കാൻ ധൈര്യമുള്ള വ്യക്തി. അച്ഛൻ ഓരോ ആശയങ്ങൾ പറയുമ്പോഴും നമുക്ക് പെട്ടെന്ന് തോന്നും ഇതൊക്കെ നടക്കുമോ, പക്ഷേ അച്ഛനത് നടത്തി കാണിച്ചു തരും. അപ്പം നമുക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അച്ഛൻ്റെ ആശയങ്ങൾ നടക്കാത്തതല്ല, ഞങ്ങളുടെയൊക്കെ ആശയദാരിദ്ര്യവും ക്രിയേറ്റിവിറ്റിയുടെ കുറവും ഒക്കെയാണ് അതിനെ അങ്ങനെ ചിന്തിക്കുവാൻ ആശങ്കയോടെ കാണാനൊക്കെ ഞങ്ങളെ പ്രേരിപ്പിച്ചത് എന്ന്. അച്ഛൻ ഏറ്റെടുക്കുന്ന എന്ത് പരിപാടിയും നിശ്ചയദാർഢ്യത്തോടെ നടത്തുവാനും അതിനുവേണ്ടി ഏതറ്റം വരെ കഷ്ടപ്പെടുവാനും ഉള്ള അച്ഛൻ്റെ മനസ്സ് അച്ഛനിൽ നിന്നും കണ്ടുപഠിക്കേണ്ട ഒന്ന് തന്നെയാണ്. 2020 കോവിഡ് മഹാമാരി കാലത്ത് 2020 ജൂൺ മാസത്തിലാണ് എല്ലാ അധ്യാപകരും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയത്. പക്ഷേ പുതിയ കാര്യങ്ങൾ പഠിക്കുവാനുള്ള അച്ഛൻ്റെ മനസ്സ് അത് പ്രത്യേകം എടുത്തു പറയുന്നു. അച്ഛൻ ഏപ്രിൽ മാസത്തിൽ തന്നെ സൂം പ്ലാറ്റ്ഫോം എന്താണെന്ന് പഠിക്കുകയും അച്ഛനൊരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ വളരെ നിർബന്ധപൂർവ്വം നമ്മളെ എല്ലാം അത് പഠിപ്പിക്കും. അച്ഛൻ ഏപ്രിൽ മാസം മുതൽ തന്നെ സൂം പ്ലാറ്റ്ഫോം ഞങ്ങളെ പഠിപ്പിക്കുകയും അച്ഛൻ ക്ലാസ് എടുത്ത് തുടങ്ങുകയും ചെയ്തു. ഒരുപക്ഷെ BEd കോളേജുകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയ ആദ്യത്തെ അധ്യാപകൻ സിബിച്ചനച്ചനായിരിക്കും. അതുപോലെ വർഗീസ് സാർ ഇവിടെ സൂചിപ്പിച്ചു 2010 NAAC അക്രഡിറ്റേഷൻ്റെ സമയത്തെ NAAC കോർഡിനേറ്റർ എന്ന നിലയിൽ അച്ഛൻ ചെയ്ത പ്രവർത്തനങ്ങൾ, വർഗീസ് സാറിനോടൊപ്പം നിന്ന് NAAC കോർഡിനേറ്റർ എന്ന നിലയിൽ അച്ഛൻ്റെ നടത്തിയ അക്ഷീണമായ പരിശ്രമങ്ങളാണ് NAACന് A ഗ്രേഡ് കിട്ടുക എന്ന നിലയിലേക്ക് നമ്മുടെ കോളേജിനെ എത്തിച്ചത്. നമ്മുടെ കോളേജിന് സ്വന്തമായി ഒരു ജേണൽ, ഗ്രൗണ്ട് ബിൽഡർ എന്ന പേരിലൊരു ജേണൽ അച്ഛൻ്റെ ആശയമായിരുന്നു. അത് നടപ്പിലാക്കിയത് അച്ഛനാണ്. എറണാകുളം സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷനുമായി ചേർന്ന് സെയിൻറ്റ് ജാവറ ലെക്ചർ സീരീസ് തുടങ്ങുകയും ഇന്ന് ഈ വർഷം വരെയും അത് ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തത് സിബിച്ചനച്ചനാണ്. അതുപോലെ 2014 NAAC ടീം വിസിറ്റ് ചെയ്ത സമയത്ത് അവരുടെ സജഷനിൽപ്പെട്ട ഒന്നായിരുന്നു കോളേജിന് സ്വന്തമായി ഒരു ക്യാൻറ്റീൻ. അന്ന് മുതൽ അച്ഛൻ അതിനുവേണ്ടി അക്ഷീണം പരിശ്രമിച്ചു. 2015 അച്ഛൻ ഇവിടെ ഒരു ക്യാൻറ്റീൻ ഓപ്പൺ ചെയ്തു. സെൻറ്റ് ജോസഫ് ട്രെയിനിങ് കോളേജിന് സ്വന്തമായി ഒരു ക്യാൻറ്റീൻ ഉണ്ടായി. കുറച്ച് നാളുകൾക്ക് ശേഷം ചില സാങ്കേതിക ബുദ്ധിമുട്ടുകളാൽ നമ്മൾക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. എങ്കിലും അതിനുവേണ്ടി അച്ഛനെടുത്ത പരിശ്രമവും അച്ഛൻ്റെ കഷ്ടപ്പാടുകളും നമുക്കൊരിക്കലും വിസ്മരിക്കാവുന്നതല്ല. അച്ഛൻ്റെ വ്യക്തിപരമായ സവിശേഷതകളെ പറ്റി പറഞ്ഞാൽ മുഖം നോക്കാതെ ആരോടും എന്തും പറയും. ഉള്ളിലൊന്ന് വെച്ചുകൊണ്ട് പുറത്ത് മറ്റൊന്ന് ഭാവിക്കാൻ ഒരിക്കലും സാധിക്കാത്ത പച്ചയായ ഒരു മനുഷ്യൻ. സഹജീവികളോടുള്ള സ്നേഹം, ആരെന്ത് ബുദ്ധിമുട്ട് ചെന്ന് പറഞ്ഞാലും അവരോടൊപ്പം നിൽക്കുവാനുള്ള മനസ്സ്, വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാവരോടും ഒരുപോലെ ഇടപെടുവാനുള്ള മനസ്സ്, പ്രകൃതിയോട് കാണിക്കുന്ന സ്നേഹം, പറയുന്ന വാക്കുകളിലും ചെയ്യുന്ന പ്രവൃത്തികളിലും 100% ആത്മാർത്ഥത, വിദ്യാർത്ഥികളുടെ പ്രവർത്തനങ്ങളിലും കലാപരിപാടികളിലും എന്തിലും അവരോടൊപ്പം ചേർന്ന് നിൽക്കുവാനുള്ള അച്ഛൻ്റെ മനസ്സ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടതായുണ്ട്. എല്ലാവരും ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞതാണ്. സമയപരിമിതി മൂലം ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഇനി വ്യക്തിപരമായി 2 വാക്ക്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കടപ്പാടുള്ള വ്യക്തി ആരോ എന്ന് ചോദിച്ചാൽ അതിനുത്തരം സിബിച്ചനച്ചനാണ്. എനിക്ക് തൊട്ട് മുമ്പേ എൻ്റെ ക്ലാസ്മേറ്റായ രാജശ്രീ ഇവിടെ സംസാരിച്ചു. ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചിരുന്നതും ഞങ്ങളെയൊക്കെ വഴക്ക് പറഞ്ഞിരുന്നതും അച്ഛനാണ്. ഒരുപക്ഷെ അച്ഛൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വഴക്ക് പറഞ്ഞിട്ടുള്ളത് എന്നെ ആയിരിക്കും. ഏറ്റവും കൂടുതൽ വഴക്ക് കിട്ടിയിട്ടുള്ളത് എനിക്കാണ്. എൻ്റെ മാതാപിതാക്കൾ പോലും എന്നെ അത്രയും വഴക്ക് പറഞ്ഞിട്ടുണ്ടാവില്ല. പക്ഷേ ആത്മാർത്ഥമായി ഞാൻ പറയുന്നു, 2006 ഒരു വിദ്യാർത്ഥിയായി ഈ കോളേജിലേക്ക് കടന്നു വന്ന ഞാൻ ഇന്നൊരു അധ്യാപികയായി നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട് എങ്കിൽ അതിന് ഞാൻ കടപ്പെട്ടിരിക്കുന്നത് സിബിച്ചനച്ചനോടാണ്. തങ്കച്ച സാറ് പറഞ്ഞിരുന്നു, സാറാണ് അച്ഛനെ UGC എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യിപ്പിച്ചതെന്ന്. അച്ഛൻ എന്ത് പഠിച്ചാലും അതൊക്കെ അതിൻ്റെ 10 ഇരട്ടിയായി നിർബന്ധിച്ച് വന്ന് ഞങ്ങളെ എല്ലാം അച്ഛൻ പഠിപ്പിക്കും. കമ്പൈൻ സ്റ്റഡിക്കൊക്കെ ഇരിക്കുന്നിടത്ത് ഒരക്ഷരം മിണ്ടിയാൽ എന്നെയും രാജശ്രീയൊക്കെ അച്ഛൻ ചീത്ത പറഞ്ഞു കൊല്ലുമായിരുന്നു. അച്ഛനെ പേടിച്ചാണ് പഠിച്ച് ഞങ്ങളൊക്കെ ഒന്നിച്ചിരുന്ന് പഠിച്ചാണ് UGC എക്സാം ഞങ്ങളെല്ലാവരും പാസ്സായത്. ഞാൻ PhD ചെയ്തതുപോലും അച്ഛനെ പേടിച്ചിട്ടാണ്.
ആ വഴക്കുകളൊക്കെ എന്നോടുള്ള കരുതലായിരുന്നുവെന്ന് എനിക്കറിയാം. ഏറ്റവും ആത്മാർത്ഥതയോട് പറയട്ടെ, അച്ഛൻ്റെ വഴക്കുകളാണ് എന്നെ വളർത്തിയത്. അതിന് ജീവിതത്തിൽ എന്നും ഞാൻ അച്ഛനോട് കടപ്പെട്ടിരിക്കുന്നു. 14 വർഷത്തെ ഔദ്യോഗിക സേവനം മാത്രമേ സെൻറ് ജോസഫ് ട്രെയിനിങ് കോളേജിൽ അച്ഛനുള്ളൂ എങ്കിലും ഈ സെൻറ് ജോസഫ് ട്രെയിനിങ് കോളേജിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടാണ് അച്ഛൻ ഈ കോളേജിൻ്റെ പടിയിറങ്ങുന്നത്. ഈ കോളേജിൻ്റെ പ്രവർത്തനങ്ങളിലും ഇനിയുള്ള ഞങ്ങളുടെ പ്രവർത്തനങ്ങളിലും അച്ഛൻ്റെ സാന്നിധ്യവും സഹായവും ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം. ഞങ്ങളോടൊക്കെ അച്ഛൻ കാണിച്ച സ്നേഹത്തിന്, സേവനത്തിന് ഏറ്റവും ആത്മാർത്ഥമായി നന്ദി പറയുന്നു. അച്ഛൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങളിൽ ദൈവം തമ്പുരാൻ്റെ കരുണയും ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥനയും അച്ഛനോടൊപ്പം ഉണ്ടാകുമെന്ന് ആത്മാർത്ഥമായി അറിയിക്കട്ടെ. നന്ദി. ബഹുമാനപ്പെട്ട മാനേജർ, പ്രിൻസിപ്പൽ സാറ്, മനുഷ്യരേജ, താരമായ സിബിജനച്ച, അദ്ദേഹത്തിന് എല്ലാവർക്കും മംഗളങ്ങളും ആശംസിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു കടമ. ഈ കലാലയത്തോട് നാളെ വിട പറയുന്നതാണ് സങ്കല്പം. പക്ഷെ അദ്ദേഹം എന്നും നമ്മളോട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് വസ്തുത. ഏത് കാര്യത്തിനും എല്ലാ കാര്യത്തിനും എപ്പോഴും നമ്മളോട് ഉണ്ടായിരിക്കും. പ്രിൻസിപ്പൽ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ സ്വരം എപ്പോഴും നമ്മുടെ ഈ കലാലയത്തിൽ ഉണ്ടായിരിക്കുന്നതാണ്. പല പ്രസംഗകരും പറഞ്ഞു, വളരെ ചുരുളുകളോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. എനിക്കും അത് തന്നെയാണ് തോന്നുന്നത്. അദ്ദേഹത്തിന് 56 വയസ്സായി എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരുപക്ഷെ ഈ ചുറുചുറുപ്പ് ചെറുപ്പം മുതലേ ഉണ്ടായിരിക്കാം. അതുകൊണ്ട് മാതാപിതാക്കന്മാർ എന്നെ കൊണ്ട് നേരത്തെ സ്കൂളിൽ കൊണ്ട് ചേർത്തതാണോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. അതുകൊണ്ട് ഈ 56 വയസ്സെന്നുള്ള ആളല്ല സുബിച്ചനച്ചൻ, നേരത്തെ കൊണ്ട് ചേർത്ത്. എനിക്ക് ഈ അവസരത്തിൽ ഒരു സംഭവം ഓർക്കുകയാണ്. ഏതാനും നാളിന് മുമ്പ് ഞാൻ എൻ്റെ ബന്ധമുള്ള ഒരു വീട്ടിൽ ചെന്നപ്പോൾ അവർ കാപ്പിയെല്ലാം തയ്യാറാക്കി അമ്മയും എല്ലാവരും കൂടെ കാപ്പി കുടിക്കാൻ തയ്യാറായിരിക്കുന്ന അവസരത്തിൽ അകത്തുനിന്ന് ദിവസം കേട്ടു, മമ്മി ഇവനെന്നെ ഇടിച്ചു. ചേട്ടനെ കുറിച്ച് പറഞ്ഞാൽ ഇവനെന്നെ ഇടിച്ചു, വലുവായ വെച്ച് നിലവിളിക്കാൻ. അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുമോ? കാപ്പി കുടിക്കാൻ പറ്റില്ല. ഓടിച്ചെന്ന് അന്വേഷിച്ചു, എന്തിനാണ് ഇവിടെ ഇടിച്ചത്? മകൻ പറഞ്ഞു, എൻ്റെ മമ്മി അവളെന്നെ 3 പ്രാവശ്യം ഒന്ന് ഇടിച്ചു. അവസാനം ഞാൻ സഹകരണ ഒരിടി ഞാൻ കൊടുത്തു. അപ്പം അവളോട് ചോദിച്ചു, എടി എൻ്റെ ചേട്ടനെ ഇടിച്ചോ? അമ്മ ഞാൻ വളരെ പതുക്കെയാണ് ഇടിച്ചത്. എപ്പോഴും കിട്ടുന്ന ഒരു രീതിയാണ്. കുട്ടികൾ പറയും ഞാൻ പതുക്കെയാണ് ഇടിച്ചത്. ഒരുപക്ഷെ ആ ഇടി കൊണ്ടയാളാണോ ഇടിച്ചയാളാണോ ശ്രമിച്ചതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അന്നത്തെ കാലത്ത് അത്രയും ചുറുകൾക്ക് അന്ന് മുതൽ ഉണ്ടായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കൊരു ദൗത്യം കിട്ടി. ഇവിടെ പാടുന്നതിന് മുമ്പ് ഒരു 2 വാക്ക് ഞാനൊന്ന് സംസാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ മിസ് വിളിച്ച് പറഞ്ഞു, നമ്മുടെ സിബിച്ചനച്ചൻ ഇവിടുന്ന് പോവുകയാണ്, റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് വരണമെന്ന് പറഞ്ഞപ്പോൾ അന്നേരമാണ് ഞാൻ വിചാരിക്കുന്നത് അച്ഛന് റിട്ടയർമെൻറ്റ് ഫംഗ്ഷന് അല്ലെങ്കിൽ റിട്ടയർമെൻറ്റിൻ്റെ ആ ഒരു സമയമായി എന്ന്. ഏജ് നമുക്ക് മുഖത്ത് പറയില്ലല്ലോ. സോ അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്രയും ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് നമ്മുടെ അച്ഛൻ എന്നുള്ളത്. പക്ഷേ അച്ഛാ സ്റ്റിൽ യു ലുക്ക് സോ യങ്. പിന്നെ ഈ ഒരു അവസരത്തിൽ പാടുക എന്നുള്ളത് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു ബ്ലെസ്സിങ് ആയിട്ട് ഞാൻ എടുക്കുകയാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ സ്റ്റേജിൽ എത്തിച്ചത് ഡെഫിനറ്റ്ലി ഞാൻ പഠിച്ചിറങ്ങിയ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ തന്നെയാണ്, നമ്മുടെ സെൻറ് ജോസഫ് ട്രെയിനിങ് കോളേജ് മാന്നാനം തന്നെയാണ്. ഇവിടുന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹം തണലും ഒന്നും നമുക്ക് വേറൊരിടത്തും കിട്ടില്ല. അതൊരു അഹങ്കാരത്തോടെ തന്നെ ഞാൻ പറയട്ടെ. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഞാൻ പാടുന്ന പാട്ട് കവിതയാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്നാലും ഞാനൊരു ചെറിയൊരു സിനിമാ പാട്ട് തന്നെയാണ് പാടുന്നത്. ചെറിയൊരു ത്രോട്ട് പ്രോബ്ലം ഉണ്ട്, അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക സമയം. ഓക്കെ.
ഇഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പോക്കാലം കളിയാടാമേ കിളിമരത്തണലോരം കളിയാടാമേ കിളിമരത്തണലോരം കണ്ണാൻ തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പോക്കാലം തിത്തൈ തിത്തൈ നൃത്തം വയ്ക്കും പോന്തെങ്ങൾ മുത്തം വയ്ക്കാൻ എത്തുന്നുണ്ടേ പല്ലക്കിൽ ഇന്ത്യ തുള്ളാത്തു വാവേ വാവാച്ചി തിങ്കൾ കള്ളമാരി തോളത്തെടുക്കുന്ന കുഞ്ഞിക്കള്ളമാരി കൊണ്ടു തരാം തുള്ളിത്തോളും ഭൂമിക്കുണ്ണിക്കിനാക്കൾക്ക് നിന്നെയാണോ മനേറെ ഇഷ്ടം ചിഞ്ചിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ നിന്നെ കൂടാതില്ലല്ലോ ഇന്നിനുള്ളിൽ പോക്കാലം. അച്ഛാ വൈദിക ജീവിതത്തിന് ഉടനീളം ഒരു ബ്ലെസ്സിങ് അല്ലെങ്കിൽ വേറൊരു വഴിത്തിരിവിലേക്ക് പോവുകയാണ്. അപ്പം അതിനുള്ള എല്ലാ സർവ്വശക്തിയും ഉടയതമ്പരാൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊള്ളുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. ആശംസകൾ അറിയിക്കുന്നതിനായി അച്ഛൻ്റെ എം.എഡ് ബാച്ച്മേറ്റും പായിപ്പാട് CPAS-CT പ്രിൻസിപ്പലുമായി സേവനം ചെയ്യുന്ന ഡോക്ടർ രാജശ്രീ മാമിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. Dignitaries of the dais and all the dais, dear friends, ഏറെ സന്തോഷത്തോടുകൂടിയാണ് ഈ വേദിയിൽ നിൽക്കുന്നത്. മറ്റൊന്നും കൊണ്ടല്ല, ഇത്രയും നേരം ഏറെ മഹത്തരമായി സിബിച്ചിനെ കുറിച്ച് സംസാരിച്ചു പലരും. അപ്പം അങ്ങനെ ഒരു അച്ഛൻ്റെ കൂടെ ഞങ്ങളെല്ലാം പ്രിയപ്പെട്ട സിബിച്ചനാണ്. സിബിച്ചൻ്റെ കൂടെ ഒരു വർഷക്കാലം M.Ed പഠിക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷകരമായ കാര്യമാണ്. എനിക്ക് മാത്രമല്ല, ഞങ്ങളുടെ ബാച്ചിലുള്ള എല്ലാവർക്കും. തീർത്തും സിബിച്ചൻ്റെ ഒരു സഹപാഠിയായിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. ആദ്യമായി M.Ed പഠിക്കാൻ വരുമ്പോഴാണ് സിബിച്ചനെ പരിചയപ്പെടുന്നത്. ഞങ്ങളുടെ ഓരോ ക്ലാസ് റൂമുകളും വളരെ വ്യത്യസ്തകരമായിരുന്നു. ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും 2005 ഞങ്ങൾ M.Ed പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഞങ്ങൾക്ക് ആ ഓരോ ക്ലാസ് റൂമുകളും മറക്കാൻ സാധിക്കില്ല. അതിന് കാരണം മറ്റാരുമല്ല, സിബിച്ചൻ തന്നെയായിരുന്നു. ഞങ്ങളുടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഞങ്ങളുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ് റൂമുകളാണ്. സുനിത മിസ്സിന്റെ ക്ലാസ്സുകളായിരുന്നു അതെല്ലാം. അപ്പം അതെല്ലാം ഞങ്ങൾക്ക് വളരെ വ്യത്യസ്തകരമായ അനുഭവങ്ങൾ തന്ന ക്ലാസ് റൂമുകളാണ്. പിന്നീട് അങ്ങോട്ട് ഞങ്ങളുടെ M.Ed സമയത്താണ് നമ്മുടെ സെന്റ് ജോസഫ്സ് ട്രെയിനിങ് കോളേജ് ഗോൾഡൻ ജൂബിലി സെലിബ്രേഷൻസ് നടക്കുന്നത്. അപ്പോൾ എല്ലാ ബാച്ചിലുള്ള കുട്ടികളും എന്തെങ്കിലും പ്രോഗ്രാംസ് ഇവിടെ നടത്തണം എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഞങ്ങളുടെ M.Ed ബാച്ച് വളരെ അഭിമാന പുരസ്കാരം ഞങ്ങൾ അവതരിപ്പിച്ചതാണ്. ഫാഷൻ ഷോ അവതരിപ്പിച്ചു. അപ്പോൾ ഫാഷൻ ഷോ നടത്തിയതിൽ ആദ്യം ഫസ്റ്റ് ഫാഷൻ ഷോയിൽ കേരള സ്റ്റേറ്റിനെ റെപ്രസെന്റ് ചെയ്താണ് വന്നത്. അത് ഞാൻ സിബിച്ചിൽ ഒരുമിച്ചാണ് ആദ്യമായിട്ട് സ്റ്റേജിൽ വന്നത്. കേരനിരകളാടും എന്നുള്ള പാട്ട്. ആ പാട്ട് എപ്പോൾ കേൾക്കുമ്പോഴും ഞാൻ പെട്ടെന്ന് ആ ഫാഷൻ ഷോയുടെ കാര്യം ഓർക്കും. അപ്പം അതൊക്കെ വളരെ ഒരിക്കലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ പറയുവാണെങ്കിൽ, എൻ്റെ മകൾക്ക് മൂത്ത മോൾക്ക് 2.5 വയസ്സുള്ളപ്പോഴാണ് ഞാൻ M.Ed പഠിക്കാൻ വേണ്ടി ഇവിടെ വരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ മകൾ എന്ന് പറയുന്നത് ഇവിടെ എൻ്റെ കൂട്ടത്തിലുള്ള M.Ed പഠിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ടവളാണ്. അപ്പം അതുകൊണ്ട് അവള് +1 +2 കാലയളവിൽ +1 നല്ല സ്കൂളിൽ ചേർക്കണം, തീർച്ചയായിട്ടും അവർക്ക് ബ്രില്യൻറ്റിൻ്റെ കോച്ചിങ് ഒക്കെ വേണം എന്നൊക്കെ ഇങ്ങനെ വന്നപ്പോഴും അതിന് സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ അറ്റൻഡ് ചെയ്തപ്പോഴും ഒക്കെ എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് KE സ്കൂളായിരുന്നു. മറ്റൊന്നും കൊണ്ടല്ല, ചങ്ങനാശ്ശേരിയിലൊക്കെ നല്ല സ്കൂളുകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും എനിക്ക് പ്രിയപ്പെട്ട ആരൊക്കെയോ ഇവിടെ ഉണ്ട്. അപ്പം എൻ്റെ മോള് വളരെ സേഫ് ആയിരിക്കും എന്നൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ പ്രിഫർ ചെയ്തതും KE സ്കൂൾ തന്നെയാണ്. ഞങ്ങൾക്ക് ആദ്യം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ഞാൻ സിബിച്ചൻ അച്ഛനെ വിളിച്ചപ്പോൾ ഞങ്ങളെ സ്കൂളിലേക്ക് ആദ്യം കൊണ്ടുവന്നത് സിബിച്ചൻ അച്ഛൻ തന്നെയാണ്. അങ്ങനെ എന്താവശ്യം അന്ന് മുതൽ തുടങ്ങി, അന്ന് 2005 തുടങ്ങി ഇപ്പോഴും എന്താവശ്യം സിബിച്ചനോട് പറഞ്ഞാലും ഇല്ലെങ്കിലും എല്ലാം സിബിച്ചൻ ഞങ്ങളുടെ ഒപ്പം, ഞങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം എപ്പോഴും ഉണ്ട്. ഇനിയും അങ്ങോട്ട് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഗ്രൂപ്പിലൊക്കെ എപ്പോഴും ചർച്ച ചെയ്യുമ്പോഴും നമുക്കൊരു ഗെറ്റ് ടുഗദർ ആകാം ആദ്യം പറയുന്നത് സിബിച്ചനായിരിക്കും. അപ്പം ഞങ്ങളെല്ലാം കൈവക്കും, ആകാം എന്ന് പറയും. അപ്പം ഒരുപാട്
സാമൂഹികമായ മേഖലയിലും സാംസ്കാരികമായ മേഖലയിലും അതേപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിലും ധാരാളം സംഭാവനകൾ സിബിച്ചൻ ചെയ്തു കഴിഞ്ഞു. ഇനിയും ഒരുപാട് സംഭാവനകൾ സിബിച്ചന് ചെയ്യാനുണ്ട്. അത് തീർച്ചയായിട്ടും അച്ഛൻ ചെയ്യും എന്നുള്ള പൂർണ്ണ ബോധ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ ഞങ്ങളുടെ എം.എഡ് ബാച്ചിന്റെ പേരിലുള്ള എല്ലാ ആശംസകളും സിബിച്ചൻ അറിയിക്കുന്നു. എല്ലാവിധ സ്നേഹവും ആദരവും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. താങ്ക് യു. അലീസ് ടീച്ചർ, അധ്യാപകർ, അനധ്യാപകരെ, വിദ്യാർത്ഥികൾ, കളക്ടർച്ചനുമായിട്ട് ദീർഘകാലത്തെ പരിചയം ബന്ധമാണ്. അച്ഛനോട് വരുന്നതിന് മുൻപ് തന്നെയുള്ള ബന്ധമാണ്. അപ്പം അദ്ദേഹത്തെക്കുറിച്ച് ലൈബ്രറിക്കും അനധ്യാപക സമൂഹത്തിനുമൊക്കെ ഏറെ പറയാൻ കാണും. അദ്ദേഹത്തിനോട് ഒത്തിരി നന്ദി പറയാൻ കാണും. പക്ഷെ ഞാൻ അതിലേക്ക് കിടക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഞങ്ങളെ ഏറെ പ്രചോദിപ്പിച്ച അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ അത് പറയാതെ പോകാൻ വയ്യ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാണെങ്കിലും അതിനെ വേറെ രീതിയിലാണ് ഞങ്ങൾ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പരിസ്ഥിതി പ്രവർത്തനം. ഇപ്പം നമ്മൾ ഈ മന്നാനത്ത് നിന്നും അങ്ങോട്ടോ തെക്കോട്ടോ വടക്കോട്ടോ പടിഞ്ഞാട്ടോ എങ്ങോട്ടോ പോയാൽ 1 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഈ നാടിൻ്റെ യഥാർത്ഥ അവസ്ഥ നമുക്ക് മനസ്സിലാക്കും. ഇവിടുത്തെ ആളുകളുടെ പരിസ്ഥിതി ബോധം നമുക്ക് മനസ്സിലാക്കും. അപ്പം അതിന് തികച്ചും അച്ഛൻ്റെ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ ഒരു പ്രചോദനമായി എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. എല്ലാവർക്കും, ഈ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ വിദ്യാർത്ഥി സമൂഹം തീർച്ചയായും അത് ഏറ്റെടുക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. നിങ്ങൾ തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ അച്ഛൻ്റെ പ്രവൃത്തികൾക്ക് നിങ്ങളുടെ അംഗീകാരം ലഭിച്ചു എന്ന് പറയാൻ കഴിയുള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മറ്റു രംഗമാണ് സംഗീതം. വലിയൊരു കലാകാരൻ. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ചാവറ മ്യൂസിക് ബാൻഡിൻ്റെ ഒക്കെ നമ്മൾ കണ്ടു, കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. എന്നാൽ അതിലേറെ അദ്ദേഹം ചെയ്ത അതിനകത്തുകൂടെ സാധാരണക്കാരൻ്റെ വേദനയിലേക്ക് അല്ലെ അവനിലേക്ക് അതിനെ അദ്ദേഹം ഈ സംഗീതത്തിൻ്റെ സാധ്യതകളെ ഇൻ്റഗ്രേറ്റ് ചെയ്തു എന്നുള്ളതാണ് ഞാൻ കണ്ട ഏറ്റവും വലിയ മഹത്വം. കാരണം നമുക്കറിയാം ഈ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ കോവിഡ് പ്രതിസന്ധി അല്ലാതെ അതിനു മുൻപ് 2 ദുരന്തങ്ങൾ നമ്മുടെ നാട് അഭിമുഖീകരിച്ചു. അത് വലിയ 2 പ്രളയങ്ങളായിരുന്നു. ആ പ്രളയകാലത്ത് തന്നെ ഈ സംഗീത സന്നാഹങ്ങളുമായിട്ട് ഈ കുട്ടനാട്ടിൽ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളിലേക്ക് സംഗീതത്തിൻ്റെ നമുക്കറിയാം എല്ലാ അവസ്ഥകളിലും മനുഷ്യനെ സ്വാധീനിക്കാൻ കഴിയുന്ന സംഗീതം, അത് ഏത് ദുഃഖമായിക്കോട്ടെ, പ്രണയമായിക്കോട്ടെ, അല്ലെങ്കിൽ സന്തോഷമായിക്കോട്ടെ, എല്ലാ അവസ്ഥകളിലുമുള്ള ആ സംഗീതത്തിൻ്റെ അവസ്ഥകളെ അദ്ദേഹം അവിടെ അദ്ദേഹം അവതരിപ്പിച്ചു. അതിലൂടെ ആ ജനതയ്ക്ക് പ്രതീക്ഷയുടെ അല്ലെങ്കിൽ മോട്ടിവേഷൻ്റെ എല്ലാം ഒരു സന്ദേശം അദ്ദേഹം കൊടുത്തു. അത് കൂടാതെ തന്നെ അദ്ദേഹം അവർക്ക് വേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള തിങ്സ് നമുക്കൂടെ നൽകിയിട്ടുണ്ടായി എന്നുള്ളത് മറക്കാനാവാത്ത വലിയൊരു സന്ദേശമാണ് നമ്മുടെ മുന്നിൽ അദ്ദേഹം തന്നിരിക്കുന്നത്. വീണ്ടും അദ്ദേഹത്തിൽ കാണുന്ന ഏറ്റവും വലിയ മഹത്തായ ഒരു സന്ദേശം, അദ്ദേഹത്തിൻ്റെ ജീവിതം നൽകുന്ന സന്ദേശം എന്നത് അദ്ദേഹത്തിനുള്ള സമഭാവന എന്ന ഒരു വികാരമാണ്. അദ്ദേഹത്തിൻ്റെ സമഭാവന എല്ലാവർക്കും അത് നിങ്ങളെല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാകും. അതിനകത്ത് നമുക്കറിയാം വർണ്ണ ജാതി മതഭേദങ്ങൾക്ക് എന്ന് മാത്രമല്ല, അതൊരു വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ പോലും വ്യത്യാസങ്ങളുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ കൂടെ പഠിച്ച ആളുകൾ പലരും പറയുന്നൊരു കാര്യമാണ്, അവനെന്നെ കണ്ടിട്ട് അറിഞ്ഞില്ല, അല്ലെങ്കിൽ എന്നെ മൈൻഡ് ചെയ്തില്ലെന്നൊക്കെ. പല പല അന്തരങ്ങളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ തീർച്ചയായിട്ടും നമ്മൾ പരസ്പരം അംഗീകരിക്കുന്നൊരവസ്ഥ, അത് അദ്ദേഹത്തെ നോക്കി നമ്മൾ പഠിക്കണം. അദ്ദേഹം ആ സമഭാവനയുടെ ഒരു വലിയ വക്താവാണ്. അത് തന്നെ ജീവിതത്തിൽ അദ്ദേഹം നമുക്ക് കാട്ടിത്തന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നാൽ ഞങ്ങൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞ ഏറ്റവും വലിയ കാര്യങ്ങളാണ്. അദ്ദേഹത്തിന് ഈ അവസരത്തിൽ സമൂഹ ആശംസകൾ നേരുകയാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇനി മുന്നോട്ട് ഏറെ കിടക്കുകയാണ്. ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ചെറുപ്പമാണ്. അദ്ദേഹത്തിന് ഏറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ പ്രാർത്ഥനകളും നേരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സന്യാസ ജീവിതത്തിൻ്റെ ഉത്തര ശൃംഖലകളിലേക്ക് അദ്ദേഹം പറഞ്ഞു വരേണ്ടി എന്ന് ത്രിപക്ഷിയെ പോലെ എല്ലായിടത്തും കൂടി അദ്ദേഹം എല്ലാവർക്കും നന്മ ചെയ്ത് അതിൻ്റെ ഉന്നത തലങ്ങളിൽ രണ്ടല്ലാത്ത അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിച്ചേരട്ടെ എന്ന് അദ്ദേഹത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. താങ്ക് യു സാർ. അടുത്തതായി ഗാനം ആലപിക്കുന്നതിനായി ചാവറ ബാൻഡിലെ അരുൺ ചന്ദ്രശേഖരനെ സ്വാഗതം ചെയ്തു. അതേസമയം തന്നെ നമുക്ക് അച്ഛനുള്ള മൊമെന്റോ നൽകുകയാണ്. മൊമെന്റോ നൽകി ആദരിക്കുന്നതിനായി നദീതട സംരക്ഷണ സമിതി സെക്രട്ടറി ഷിബു മിനിറ്റക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. മൊമെന്റോ ഏറ്റുവാങ്ങുന്നതിനായി സിബിച്ചനെ സ്വാഗതം ചെയ്യുന്നു.
മൊമെന്റോ നൽകുന്നതിനായി നദീതട സംരക്ഷണ സമിതി സെക്രട്ടറി ഷിബു മേട്ടിക് സാറിനെ സ്വാഗതം ചെയ്യുന്നു. അച്ഛൻ കോളേജിൽ മൊമെന്റോ നൽകി ആരംഭിക്കുകയാണ്. താങ്ക് യു അച്ഛൻ. ഏറ്റവും പ്രിയപ്പെട്ട വർഗീസ് സാറ്, അതുപോലെ തന്നെ ഈ കോളേജിൻ്റെ എല്ലാമായിട്ടുള്ള പ്രിയപ്പെട്ട കണ്ടക്ടർ അച്ഛന്, അദ്ദേഹം അതിനെ പഠിപ്പിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിൽ നിന്ന് വളരെയധികം പഠിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വളരെയധികം സന്തോഷമുണ്ട് ഈ ഒരു അവസരത്തിൽ ഇവിടെ വന്ന് അച്ഛനൊരു ആശംസകൾ അർപ്പിക്കാനായിട്ട്. സ്നേഹം മാത്രം ആശംസകൾ സമ്മാനമായി നൽകിക്കൊണ്ട് നാടിൻ്റെ തന്നെ എല്ലാം ഒരു പുഷ്പമായിട്ട് അച്ഛൻ ഭാവിയിൽ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആയുരാരോഗ്യ സൗഖ്യം നേരുന്നു. ചന്ദന കുളിരണിഞ്ഞു നീരാടുവാ നിറയിൽ നീരാ
അച്ഛനെ അലാദീതി വർദ്ധിയായി പ്രവർത്തിച്ച ജ്വലിച്ച ഒരു ആളാണ്. കാലത്തിനും അല്ലെങ്കിൽ പ്രദേശത്തിനും ഒക്കെ ദിശയ്ക്കുമൊക്കെ അതീതമായിട്ട് അച്ഛൻ്റെ പ്രവർത്തനങ്ങളെ ഇവിടെ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. ഞാൻ ഒരിക്കലും അച്ഛനോട് എൻ്റെ അമ്മയുടെ ചരമദിന 7ാം ചരമദിനത്തിൽ ഒരു കുർബാന ചെല്ലണമെന്ന് അച്ഛനോട് അത് വാങ്ങാൻ തന്നെയും അടുത്തല്ല, ഉപ്പുമറ്റം സേമിയക്കാരുടെ ആസ്ഥാനത്തിൻ്റെ പള്ളിയാണ്. അപ്പോൾ അച്ഛനെ ഒരു പ്രയാസവും കൂടാതെ അച്ഛനത് സമ്മതിച്ചു. രാവിലെ ഞാൻ അവിടെ വരും. പക്ഷെ അച്ഛനൊരു കണ്ടീഷൻ എന്നോട് വെച്ചു, ഞാൻ വരുമ്പോൾ അവിടെ ആരെങ്കിലും കാണുന്നു, ആരും ഇല്ലാതിരിക്കുന്നു. അങ്ങനെ ഏത് കാര്യങ്ങളും അച്ഛൻ ചെയ്യാനായിട്ട് ശ്രമിച്ചാലും അവിടെയൊക്കെ ചില കണ്ടീഷനുകൾ അച്ഛന് കുടുംബീയമോ ചില ഇതുണ്ട്. അത് അതിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ഞാൻ അവിടെ അച്ഛൻ വന്നപ്പോൾ ഇല്ലായിരുന്നു. പക്ഷേ അതിനു മുമ്പ് തന്നെ പഴയത്തിൽ എൻ്റെ സ്വന്തമാണ് അച്ഛൻ്റെ ജ്യേഷ്ഠൻ്റെ മകൻ അവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹം അച്ഛനെ അവിടെ കാണുകയുണ്ടായി. ഞാൻ ജീവിതത്തിൽ കഴിഞ്ഞാണ് ചെയ്യുന്നത്. അങ്ങനെ അച്ഛനെ ഒരു എപ്പോഴും കാലത്തിനപ്പുറത്താണ്, കാലത്തിനധികമായി പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാലും അച്ഛൻ്റെ കാലം ആനുകാലിക പ്രശ്നങ്ങളുള്ള ആനുകാലികമായിട്ടുള്ള എനിക്ക് തോന്നുന്നു അച്ഛനൊരു പ്രസന്റ് കണ്ടിന്യൂസിലാണ് അച്ഛൻ എപ്പോഴും ജീവിച്ചുകൊണ്ടിരുന്നത്. അച്ഛൻ ആ രീതിയിലാണ് അതിനെ കണക്കാക്കിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു കാര്യങ്ങൾ എല്ലാ രംഗത്തും ചെയ്തുകൊണ്ട് വർഗീസ് സാറ് എനിക്ക് ഒരു തവണയെ പരിചയമുള്ളെങ്കിലും എൻ്റെ മനസ്സ് കവർന്നെടുത്ത സ്നേഹമുള്ള കളരിക്കലച്ച, എനിക്ക് ഏറ്റവും പ്രിയമുള്ള സിസ്റ്റേഴ്സ്, എനിക്ക് ഏറ്റവും പ്രിയമുള്ള അധ്യാപകരെ, അലുമിനി, ഇപ്പോൾ ഇവിടെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളിൽ പലരും എന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ ഓക്കെ, എൻ്റെ സ്റ്റുഡൻസൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്, സന്തോഷം. ഞാൻ സെന്റ് തോമസ് കോളേജിൽ ഫിസിക്സ് അധ്യാപകനായിരുന്നു. കഴിഞ്ഞ 3-ാം തീയതി ഞാൻ ഇവിടെ മാന്നാനി കോളേജിൽ പ്രിൻസിപ്പലായിട്ട് ചാർജ് എടുത്തു. ഞാൻ പാലക്കാരനാണ്. അച്ഛനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു തവണ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ. സാധാരണ നമ്മൾ ഒരു ഉദ്യോഗം കഴിഞ്ഞ് റിട്ടയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ സാധാരണ പറയുന്ന ഒരു യൂസേജ് ഉണ്ട്. അച്ഛന് അല്ലെങ്കിൽ സാറിന് അല്ലെങ്കിൽ ടീച്ചറിന് ഒരു അംഗത്തിന് ബാല്യം കൂടി ഉണ്ട്. ഇത് അച്ഛനെ ഇപ്പോൾ കണ്ട അച്ഛൻ്റെ പ്രസരിപ്പ് കാണുമ്പോൾ 1 അല്ല 2 3 അംഗത്തിന് ബാല്യം ഉണ്ടെന്ന് തോന്നുന്ന ഒരു പ്രസരിപ്പോടു കൂടിയാണ് അച്ഛൻ ഇരിക്കുന്നത്. അച്ഛനെ എനിക്ക് ഏറ്റവും അച്ഛനിലേക്ക് ആകർഷിച്ച ഘടകം എന്ന് പറയുന്നത് ഔപചാരികതകളോട് യാതൊരു താല്പര്യവുമില്ല എന്ന് മീൻസ് അത് ഞാനുമായിട്ട് വളരെ ചേർന്ന് നിൽക്കുന്ന ഒരു കാര്യമായിട്ട് എനിക്കും തോന്നി. അന്ന് ഇവിടെ മാന്നാനം കടവിൽ വെച്ചാണ് അച്ഛനെ ഞാൻ ആദ്യം പരിചയപ്പെട്ടത്. ആരാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല, പിന്നെ അവർ പരിചയപ്പെടുത്തി തന്നു. അച്ഛന് ഭാവി ജീവിതത്തിൽ മാന്നാനം കോളേജിൽ നിന്ന് പോയതിനു ശേഷമുള്ള ഭാവി ജീവിതത്തിൽ എല്ലാ ആശംസകളും ആരോഗ്യവും ദൈവാനുഗ്രഹവും വിഷ് ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സദസ്സിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ വൈകിവേളയിൽ ഒരു ദീർഘമായ ഒരു പ്രഭാഷണം നടത്തി നിങ്ങൾ ബുദ്ധിമുട്ടിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എങ്കിലും അച്ഛനുമായിട്ടുള്ള ബന്ധം വെച്ച് ഒരു 1-2 വാക്കുകൾ മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, സിബിച്ചനച്ഛനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഒരാൾക്കും അച്ഛനെ മറക്കാൻ സാധിക്കില്ല. കാരണം ഏത് കാര്യത്തിന് വേണ്ടിയും അച്ഛൻ ഇറങ്ങിക്കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞിരുന്ന പോലെ അത് നടത്താതെ അച്ഛൻ പോകത്തില്ല. കാരണം അത്രമാത്രം എനർജറ്റിക് ആയിട്ട് ഇപ്പോൾ നമ്മൾ കാണാം, ഈ വീഡിയോയിൽ നമ്മൾ കണ്ടു എന്ത് ചൊറിയുറപ്പോടുകൂടിയാണ് അച്ഛൻ ഇങ്ങനെ നടക്കുന്നത്. പതുക്കെ നടക്കുന്നതായിട്ട് ആരും കണ്ടിട്ടില്ല, ഞാനും കണ്ടിട്ടില്ല. നല്ല അച്ഛനായിട്ട് ബന്ധപ്പെടുമ്പോൾ വളരെ ഒരു പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് നമുക്ക് എപ്പോഴും അനുഭവപ്പെടുന്നത്. ആ അച്ഛൻ്റെ എനർജി നമുക്കൂടെ കിട്ടുകയാണ്. അപ്പോൾ എൻ്റെ ഇത്രയും നാളത്തെ അച്ഛനുമായിട്ടുള്ള അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ, ഞാൻ ബന്ധപ്പെടുന്ന കൂടുതൽ ഞാനും ഒരു മാന്നാനം പള്ളി കൊയറിലെ നേരത്തെ അംഗമായിരുന്നു. അപ്പോൾ അത് പാടാനായിട്ട് കീബോർഡുമായിട്ട് അച്ഛനോട് വരും. ഞങ്ങളെല്ലാം കൂടെ പാട്ടും പാടി അങ്ങനെ നന്നായിട്ട് ഞങ്ങളുടെ ആ കൊയർ നടത്താനായിട്ട് അച്ഛൻ ഒത്തിരി സഹായിച്ചിരുന്നു. അതുപോലെ ഞങ്ങൾ പല സ്ഥലത്തും കൊയറുമായിട്ട് പോവുകയും കലാപരിപാടി അവതരിപ്പിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ
അച്ഛനുമായിട്ട് സംസാരിച്ച് പറയുകയാണെങ്കിൽ ഇനിയും അധികം നാൾ അച്ഛൻ ഈ റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് വെറുതെ ഇരിക്കാൻ സാധിക്കില്ല. നല്ല നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന് വേണ്ടിയും മാന്നാനത്ത് പൊതുവായി സാംസ്കാരികമായിട്ടും സാമുദായികമായിട്ടും കലാപരമായിട്ടും വളരെയധികം കാര്യങ്ങൾ അച്ഛൻ ഇവിടെ ചെയ്തു കഴിഞ്ഞു. ഇനിയും അച്ഛൻ അത് ചെയ്യാൻ സാധിക്കും. റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അച്ഛൻ വെറുതെ ഇരിക്കത്തില്ല. നല്ല നല്ല കാര്യങ്ങൾ ഈ സമൂഹത്തിന്, ജനങ്ങൾക്കും ഈ എല്ലാവർക്കും വേണ്ടി ഇനിയും ചെയ്യാൻ സാധിക്കും. അങ്ങനെ ചെയ്യട്ടെ, അങ്ങനെ ചെയ്യാനുള്ള ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ടും അച്ഛൻ എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ടും ഞാൻ ഈ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഒത്തിരി നന്ദി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. വോട്ടർ താങ്ക്സ് രണ്ടാമത്തതാണിത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത്ര നേരം ഇത് സഹിച്ചിരുന്നതിന് നന്ദി. ഇതൊരു സഹനമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങളുടെ പരിപാടികളെല്ലാം നിങ്ങൾ വേണ്ടാന്ന് വെച്ച് വന്നതൊരു സഹനം, ഇത്രയും നേരം ഇവിടെ ഇരുന്നതൊരു സഹനം, ഇത്രയും നേരം നിങ്ങളുടെ സമയം എനിക്ക് വേണ്ടി ചെലവഴിച്ചതൊരു സഹനം. നമുക്ക് നമ്മളുടെ സഹന ജീവിതയാത്ര തുടരാം. നമ്മൾ വഴിയിൽ കണ്ടുമുട്ടി, ഇനിയും കാണട്ടെ, ഇനിയും നമ്മൾ കാണും. എല്ലാവരും നന്ദി പറയുന്നത് ഗാനത്തിലൂടെയായിട്ടാണ്. അതുപോലെ എനിക്ക് നന്ദി പറയുന്നില്ല. ദൈവത്തിന് നന്ദി, ജീവിതം തന്ന മാതാപിതാക്കൾക്ക് നന്ദി, സഹോദരങ്ങൾക്ക് നന്ദി, ബന്ധുമുട്ടങ്ങൾക്ക് നന്ദി, എൻ്റെ CMA സഹോദരങ്ങൾക്കും സഭയ്ക്കും നന്ദി. ഞാൻ എന്താണോ അത് സഭയാണ്. സഭയിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത്. ദൈവത്തെ നന്ദി. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. സ്നേഹമെത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. നീചനാമെന്നിൽ പകർന്നതോർക്കുമ്പോൾ സ്തുതിയാൽ ഹൃദയം കവിയുന്നു. ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ശൃംഗത്തിൽ ഉയരങ്ങളോടോ നീലവിഹായസിൻ വിസ്തൃതിയോടോ, ഉപമിക്കും നിന്ദിയ സ്നേഹം നിനക്ക് തുല്യൻ, നീ മാത്രമല്ലോ നിനക്ക് തുല്യൻ, നീ മാത്രമല്ലോ. നിൻ സ്നേഹം എത്രയോ അവർണ്ണനീയം, നിർവ്യാജ സ്നേഹം അവർണ്ണനീയം. ഈ സ്ഥാപനത്തോടുള്ള നന്ദി അറിയിക്കട്ടെ. ഈ സ്ഥാപനമാണ് എന്നെ ഞാൻ ആദ്യം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകരും ഗുരുഭൂതനുമായ സാറിനോടും എൻ്റെ ടീച്ചേഴ്സിനോടും എൻ്റെ പ്രിയപ്പെട്ട സഹ അധ്യാപകരോടും അധ്യാപകരോടും എനിക്ക് മുമ്പേ കടന്നുപോയ ഇവിടെ എനിക്ക് വേണ്ടി ഇവിടെ വന്ന് നിങ്ങളുടെ സ്നേഹം തന്ന എല്ലാവരോടും നന്ദി. ഓരോരുത്തരോടും ആരാനറിയുവാൻ നിത്യതയും പോരാ, അത്ഭുതമാ
നിങ്ങൾക്ക് എല്ലാവരും മംഗളങ്ങൾ ആശംസിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്നെ പോലെ ഓർക്കണം. നമ്മൾ ഇനിയും എവിടെയും വെച്ച് ഇങ്ങനെ കണ്ടുമുട്ടിയാൽ ഹായ് പറയുക. അങ്ങനെ പുതിയ വഴികളിലൂടെ നിങ്ങൾക്ക് നല്ല നല്ല അധ്യാപകരാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇനി പാടാൻ പോകുന്നതൊക്കെ എൻ്റെ സ്വന്തം ലിറിക്സാണ്. ജോസഫൈ കുടുംബത്തിലംഗമായി ജീവിതം അനുഗ്രഹപൂർണമായി. ജോസഫൈ കുടുംബത്തിലംഗമായി ജീവിതം അനുഗ്രഹപൂർണമായി. ഓരോ ദിനം കൃപകളാലെ നിറഞ്ഞു ഓരോരുത്തരോടും നന്ദിയേകട്ടെ. എല്ലാവർക്കും ഞാൻ നന്ദിയേകട്ടെ. അധ്യാപനത്തിൻ വഴികളിലൂടെ അനുദിനം അതിവേഗം സഞ്ചരിക്കണം. അധ്യാപനത്തിൻ വഴികളിലൂടെ അനുദിനം അതിവേഗം സഞ്ചരിക്കണം. ഈശ്വര കൃപയും നന്മയും നിറഞ്ഞു ഈ ഭൂവിലെന്നും പ്രകാശമാകാൻ. ഈ ഭൂവിലെന്നും പ്രകാശമാകാൻ വിട ചൊല്ലിടട്ടെ ഞാൻ നിങ്ങളോട്. സ്നേഹപൂർവം എന്റെ കൂട്ടുകാരെ വിട ചൊല്ലിടട്ടെ ഞാൻ നിങ്ങളോട്. സ്നേഹപൂർവം എന്റെ കൂട്ടുകാരെ എന്നും ഭൂമി സ്നേഹമായിരിക്കുവാൻ എപ്പോഴും കൂട്ടാകാം കാവലാകാം. ഏവർക്കും എന്നുടെ ഹൃദയവന്ദനം. ഏവർക്കും എന്നുടെ ഹൃദയവന്ദനം. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. നാഷണൽ